നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. വീണ ടിക്ക് ഇഡി സമൻസ്. വെള്ളിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. CMR ഉദ്യോഗസ്ഥരടക്കം 9 പേർക്കും സമൻസ്. നിയമപരമായി ഇഡി വന്നാൽ പ്രശ്നമില്ലെന്ന് എ വിജയരാഘവൻ. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. തൃശൂരിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. കണ്ണൂർ തളാപ്പിൽ കെട്ടിടവും മതിലും തകർന്നു. തിരുവനന്തപുരം ഉടവൻമുകളിൽ കോമ്പൗണ്ട് വാൾ തകർന്നു വീണ് 2 വീടുകൾക്ക് നാശം. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട്. വയനാട്ടിൽ ഭീതിയായി ഷിഗല്ല. 443 പേർ ബത്തേരിയിൽ ചികിത്സയിൽ. 163 പേർ നിരീക്ഷണത്തിൽ. വൃത്തിയില്ലാത്ത തട്ടുകടകൾ പൂട്ടിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. നവകേരള യാത്രയ്ക്കിടെ മർദ്ദനക്കേസിൽ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. വിധി പറയുക ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ടിനി ടോമിനെതിരായ പരാതിയിൽ നടി അൻസിബയെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ച് പോലീസ്. 2 മണിക്ക് കടവന്ത്ര സ്റ്റേഷനിൽ ഹാജരാകണം. ടിനി ടോം തന്നെ മതതീവ്രവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്ന് പരാതി. മൂന്നാം മുന്നണിക്ക് ശ്രമം തുടങ്ങി DMK. കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടികളെ ഒപ്പം കൂട്ടും. കോൺഗ്രസ് കാട്ടിയത് വഞ്ചനയെന്ന് DMK ഒപ്പം കൂട്ടാൻ BJP. ട്രംപിന്റെ ഇടപെടലിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ താൽക്കാലിക ആശ്വാസം. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സമാധാനത്തിനുമാണ് മുൻഗണനയെന്ന് ഇറാൻ. ആക്രമണമുണ്ടായാൽ പ്രതികരിക്കുമെന്ന് മുന്നറിയിപ്പ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് നെതന്യാഹുവിനോട് ട്രംപ്. ട്രംപിന്റെ വിസ നയത്തിന് വൻ തിരിച്ചടി. H1B വിസകൾക്ക് ഫീസ് കുത്തനെ കൂട്ടാനുള്ള തീരുമാനം റദ്ദാക്കി US കോടതി. ഭരണകൂടത്തിന് നിയമപരമായ അധികാരമില്ലെന്നും കോടതി. വിസയ്ക്കായി ട്രംപ് നിശ്ചയിച്ചത് 84 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ. ഇന്ത്യക്കാർക്ക് വലിയ ആശ്വാസം. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് ED സമൻസ്. വെള്ളിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. CMR ഉദ്യോഗസ്ഥരടക്കം 9 പേർക്കും EDയുടെ സമൻസുണ്ട്. വീണ വിജയൻ ഉൾപ്പെടെ 9 പേർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയക്കാനാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. വീണ വിജയനെയും CMR MD ശശിധരൻ കർത്തേനെയും വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരെ കൂടാതെ CMR ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, CMR ചീഫ് ജനറൽ മാനേജർ KS സുരേഷ് കുമാർ എന്നിവരെയും ഉൾപ്പെടെ 9 പേരെയാണ് വിളിച്ചു വരുത്തുക. ഒപ്പം CMRന്റെ മറ്റ് ജീവനക്കാരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട്. എന്തായാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയാണ് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം നിലനിന്നിരുന്നു. അതും പിണറായി വിജയനെ ഉൾപ്പെടെ വീട്ടിൽ തടഞ്ഞു വെച്ചു ED ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പാർട്ടിയുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമുണ്ടായത്. വാഹനങ്ങളൊക്കെ EDയുടെ വാഹനം നേരെ കയ്യേറ്റ ശ്രമം വരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ED ഈ അന്വേഷണം വേഗത്തിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 2 തവണയാണ് ഹൈക്കോടതിയിൽ നിന്നും CMRന് തിരിച്ചടി സംഭവിച്ചത്. അന്വേഷണവുമായി ഉന്നത ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകട്ടെ എന്നൊരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരു സാവകാശം ആവശ്യപ്പെട്ടെങ്കിൽ പോലും അന്വേഷണം തടയേണ്ടതില്ല എന്ന നിലപാടിൽ ഹൈക്കോടതി എത്തി. അതോടൊപ്പം തന്നെയാണ് ഇന്നലെയാണ് ഈ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് SFOയുടെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ED കോടതിയെ സമീപിക്കുകയും ആ രേഖകൾ കൈമാറാനുള്ളൊരു ഉത്തരവ് നൽകുകയും ചെയ്തത്. ഇതൊക്കെ കണക്കിലെടുത്താണ് അടുത്ത ഘട്ടമെന്നോണം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. എന്തായാലും സമഗ്രമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും വീണ വിജയന് നേർക്കുണ്ടാവുക. പ്രത്യേകിച്ച് 12 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു. വീണ വിജയന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ഇതിന്റെ എല്ലാം തെളിവുകൾ നിരത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം കടക്കുന്നത്. വീണയ്ക്ക് ED സമൻസ് അയച്ചതിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. നിയമപരമായി അതിനെ നേരിടാനുള്ള കഴിവ് വീണയ്ക്കുണ്ട്. നിയമപരമായി ED ഇടപെട്ടാൽ എതിർക്കില്ല. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നീക്കം അംഗീകരിക്കില്ലെന്നും കൃഷ്ണദാസ് പറഞ്ഞു.
പിണറായിക്ക് എതിരെ ലക്ഷ്യം വെക്കുന്നത് CPM-നെ ലക്ഷ്യം വെക്കൽ തന്നെയാണ്. അതിലെന്താ സംശയം? പിണറായിയെ ലക്ഷ്യം വെക്കുന്നത് CPM-നെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല, ജനങ്ങളത് ചെറുക്കും. CPM-നെ തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കാൻ പോകുന്നില്ല. സമൻസ് വീണയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വീണ അതിന് നിയമപരമായിട്ടുള്ള മറുപടി കൊടുക്കുക. ആ നിയമപരമായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വീണ അത് ചെയ്തോളും. വീണയ്ക്ക് അതിനൊക്കെയുള്ള പ്രാപ്തി ഉണ്ടല്ലോ. പാർട്ടിക്ക് അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ലല്ലോ. വീണയ്ക്കല്ലേ സമൻസ്. വീണ നോക്കും നിയമപരമായിട്ട്. അങ്ങനെ ആയി വരട്ടെ, അപ്പൊ നോക്കാം. പിണറായിയെ ലക്ഷ്യം വെക്കുന്നത് CPM-നെ ലക്ഷ്യം വെക്കുന്നതിന് തുല്യ. അത് ഞങ്ങൾ സമ്മതിക്കില്ല. സമൻസിനോട് പ്രതികരിക്കേണ്ടത് വീണ ടി ആണെന്ന് ED സമൻസിനോട് പ്രതികരിക്കേണ്ടത് വീണയാണെന്ന് KK ശൈലജ. ആവശ്യമായ രേഖകൾ വീണ ഹാജരാക്കും. പ്രതിപക്ഷ നേതാവിനും വീണയ്ക്കും സമൻസ് അയക്കുന്നത് രണ്ടും രണ്ടാണെന്നും ശൈലജ പറഞ്ഞു. അപ്പോ സമൻസ് വരട്ടെ, അത് അവര് അതിന്റെ രേഖകളെല്ലാം ഹാജരാക്കും. അപ്പോ ഈ കാര്യമില്ലാത്ത കാര്യമാണെന്ന് കാണുമ്പോ അങ്ങനെ അന്വേഷിച്ച് തെറ്റായിപ്പോയെന്ന് പറയണം. പ്രതിപക്ഷ നേതാവിന് സമൻസ് കൊടുക്കുന്നതും മകൾക്ക് സമൻസ് കൊടുക്കുന്നതും രണ്ടായി തന്നെ കാണേണ്ടതില്ല. തീർച്ചയായിട്ടും അത് മകള് ഒരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനി മറ്റു കമ്പനികളുമായിട്ട് ചില കരാറിൽ ഏർപ്പെട്ടു. അതിനാണല്ലോ ഈ കമ്പനികൾ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ചെറുപ്പക്കാർ ജീവിക്കാൻ കുറെ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മകളുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമാണ്. അവരതിന് മറുപടി പറയും. അത് അവർ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആക്കും. അത് പ്രതിപക്ഷ നേതാവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യം ആ കേസിലില്ലല്ലോ. മാസപ്പടി കേസിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടെന്ന് മാത്യു കുഴൽനാടൻ. സേവനമൊന്നും നൽകാതെ വീണ ടി പണം കൈപ്പറ്റി. എന്തിനു വേണ്ടിയാണ് പണം കൈപ്പറ്റിയത്? യഥാർത്ഥ സേവനം കിട്ടിയത് PVയിൽ നിന്നാണ്. CMRL കമ്പനിക്ക് കരിമണ്ണെടുക്കാൻ അവസരം ഒരുക്കിക്കൊടുത്തത് പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ED അന്വേഷണത്തിന് പിന്നാലെ ഒന്നുകിൽ വിജിലൻസ് അല്ലെങ്കിൽ CBI ആ അന്വേഷണം ഇതിന്റെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള അഴിമതിയെക്കുറിച്ച് നടക്കും. അഴിമതിയെക്കുറിച്ച് നടക്കുമ്പോൾ ഉറപ്പായും പിണറായി വിജയൻ പ്രതിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം CMRL-ന് ചെയ്തു കൊടുത്തിട്ടുള്ള വഴിവിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പിണറായി വിജയന്റെ നേരിട്ടുള്ള ഇടപെടലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ നിയമപരമായി പരിശോധിച്ച് റെയ്ഡ് നടത്തുന്ന രീതിയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ റെയ്ഡ് നടക്കേണ്ടിയിരുന്നത് AKG സെൻട്രലാണ്. കാരണം എന്താ? കാരണം എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ വഴിവിട്ട കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത്. ആ എക്സാലോജിക് കമ്പനിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ഒറ്റയാളാണ്, സിംഗിൾ ഡയറക്ടറുള്ള കമ്പനിയാണ്. ആ സിംഗിൾ ഡയറക്ടർ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണ്. ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായി ഡയറക്ടറുടെ അഡ്രസ്സ് നൽകിയത് ഏതാണെന്നറിയോ? വീണ വിജയൻ അഡ്രസ്സ് നൽകിയത് AKG സെന്ററിന്റെയാണ്. ഒരു കമ്പനി വഴിവിട്ട കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ ഡയറക്ടറുടെ നടപടി നിയമവിരുദ്ധമാണ് എങ്കിൽ റെയ്ഡ് നടക്കേണ്ടത് അവർ ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന ആ ഒരു അഡ്രസ്സിൽ കൂടിയാണ്. AKG സെൻട്രൽ റെയ്ഡ് നടത്തിയാലും സഖാക്കൾക്കൊന്നും പറയാൻ കഴിയില്ല. മാസപ്പടി കേസിലെ ED അന്വേഷണത്തിൽ അഭിപ്രായം പറയാനില്ലെന്ന് K സുരേന്ദ്രൻ. നിയമപരമായ നടപടിക്രമങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതിപ്പോൾ എന്തായാലും വരുമല്ലോ. നിയമത്തിന് വഴിക്ക് പോവുകയാണെങ്കിൽ വരാതിരിക്കാൻ പറ്റും. റെയ്ഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിശോധന കഴിഞ്ഞാൽ സമൻസ് അയക്കും, ചോദ്യം ചെയ്യും. അതൊക്കെ ഓരോ കേസിനെയും സംബന്ധിച്ചിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. അതിൽ എനിക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ടിനി ടോമിനെതിരായ പരാതിയിൽ നടി അൻസിബയുടെ മൊഴി അല്പസമയത്തിനകം പോലീസ് രേഖപ്പെടുത്തും. കടവന്ത്ര സ്റ്റേഷനിലാണ് മൊഴിയെടുപ്പ്. ടിനി ടോം തന്നെ മതതീവ്രവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു അൻസിബയുടെ പരാതി. 2 മണിയോടെ അൻസിബ കടവന്ത്ര പോലീസിന് മുന്നിൽ മൊഴി നൽകാനായി ഹാജരാകും. നിലവിൽ ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയിലാണ് ഈ മൊഴിയെടുപ്പ്. അൻസിബ ഈ പരാതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് ടിനി ടോമിൽ നിന്നും തനിക്ക് പരസ്യമായിട്ടുള്ള പല മോശം അനുഭവങ്ങളും ഉണ്ടായി. തന്നെ മോശമായി ചിത്രീകരിക്കാൻ തന്റെ സുഹൃത്തുക്കളോടക്കം പല കാര്യങ്ങളും ടിനി ടോം പറഞ്ഞു. അതോടൊപ്പം തന്നെ താൻ ഒരു മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പലയിടങ്ങളിലും ടിനി ടോം നടത്തിയെന്നാണ് അൻസിബ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. നേരത്തെ ഈ പരാതി നൽകിയിരിക്കുന്നത് ഇൻഫോ പാർക്ക് പോലീസിനായിരുന്നു. പക്ഷേ ഈ സംഭവം നടന്നത് അമ്മ കുടുംബ സംഗമത്തോടനുബന്ധിച്ചാണ്. ആ വേളയിലാണ് ടിനി ടോമിൽ നിന്നും ഇത്തരത്തിലുള്ള മോശം അനുഭവം താൻ കേട്ടത് എന്ന പരാതി വന്നിരിക്കുന്നതിനാൽ അത് കടവന്ത്ര പരിധിയിലായതിനാലാണ് ഈ കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ
സാഹചര്യത്തിലായിരുന്നു ആ കുടുംബ സംഗമം നടന്നത്. അതുകൊണ്ട് തന്നെ കടവന്ത്ര പോലീസിന് ഈ പരാതി കൈമാറുകയായിരുന്നു. എന്തായാലും ടിനി ടോമിനെതിരെ പരാതി അമ്മയിലും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ തുടർ നടപടികളൊന്നും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് നിയമപരമായി മുന്നോട്ട് പോകുവാനായി ഹൻസിബ തയ്യാറാകുകയും ചെയ്തത്. നിലവിൽ 2 പരാതികളാണ് ഹൻസിബ സംഘടനയിലുള്ളവർക്കെതിരെ നൽകിയിരിക്കുന്നത്. ഒന്ന് ലക്ഷ്മിപ്രിയയാണ്. ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയെ തുടർന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ഹൻസിബയെ പോലീസ് മാനസികമായി പീഡിപ്പിച്ചു. SI രേഷ്മയിൽ നിന്നും 3 മണിക്കൂർ തനിക്ക് മാനസിക പീഡനം ഉണ്ടായി എന്നാണ് ഹൻസിബ നൽകിയിരിക്കുന്ന പരാതി. അതിലും ഹൻസിബ മൊഴി നൽകി. ഒപ്പം ലക്ഷ്മിപ്രിയയും മൊഴിയെടുക്കാൻ വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മറ്റൊരു പരാതി ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയിലാണ് അല്പസമയത്തിനുള്ളിൽ ഹൻസിബ മൊഴി നൽകുവാനായി കടവന്ത്ര സ്റ്റേഷനിൽ ഹാജരാകുക. കോതമംഗലം CEയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. നേരത്തെ IT ആക്ട് പ്രകാരം അർജുൻ ആയങ്കിക്കെതിരെ കേസെടുത്തിരുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, SIയെ ഭീഷണിപ്പെടുത്തുന്നു, പലതരത്തിലുള്ള മെസ്സേജുകൾ പ്രചരിപ്പിക്കുന്നു, അങ്ങനെ വലിയ പ്രശ്നമുണ്ടാക്കിയ ഒരാളാണ്. ഇപ്പോൾ എന്താണ് പോലീസിന്റെ നടപടി? രഞ്ജിത്ത്, നേരത്തെ തന്നെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വരികയും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. CI പ്രശാന്ത്, കോതമംഗലത്തെ CI പ്രശാന്തിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് അർജുൻ ആയങ്കി കുറിച്ചിരിക്കുന്നത്. അതിൽ പെൻഷൻ പറ്റി വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കാമെന്ന് കരുതേണ്ട, പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങുന്നതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിനെ തുടർന്നാണ് കോതമംഗലം പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ അർജുൻ ആയങ്കി ജാമ്യ ലംഘനം നടത്തിയെന്നാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് കോതമംഗലത്തെ ഒരു റിസോർട്ടിൽ സംഘടിതമായി ആസൂത്രണം ചെയ്തൊരു ക്രിമിനൽ ആസൂത്രണമായി സംഘടിച്ചു എന്ന കുറ്റകൃത്യത്തിനായിരുന്നു, സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തി എന്ന കേസിനെ തുടർന്നായിരുന്നു അന്ന് അർജുൻ ആയങ്കിയെയും കൂട്ടാളികളെയും 6 പേരെ ഉൾപ്പെടുന്ന സംഘത്തെ പോലീസ് അന്ന് കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പോയത്. പിന്നീട് ജാമ്യം കിട്ടിയവർ പുറത്തു പോവുകയും ചെയ്തിരുന്നു. ആ ജാമ്യ വ്യവസ്ഥയിൽ പ്രധാനമായും പറയുന്നത് ഭീഷണിപ്പെടുത്തുവാനോ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ ക്രിമിനൽ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നായിരുന്നു അന്ന് ജാമ്യ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയെ സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം അർജുനെതിരെ IT ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെ വെല്ലുവിളിച്ചുള്ള ഒരു പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് IT ആക്ട് പ്രകാരവും അർജുൻ ആയങ്കിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. അർജുൻ ആയങ്കി അന്ന് ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ അന്ന് തന്നോടൊപ്പം പിടികൂടിയ 6 പേരിൽ ചിലവർ നിരപരാധികളാണ്, ചിലർക്ക് അസുഖമുണ്ട്, ഇതൊന്നും കണക്കാക്കാതെ അവരെ പിടികൂടുകയും യാതൊരു കാരണവും കൂടാതെ അവരെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തതിന്റെ പ്രതികാരമായി ഈ പോലീസ് ഉദ്യോഗസ്ഥനെ വകവരുത്തുമെന്നായിരുന്നു അർജുൻ ആയങ്കിയുടെ തുറന്ന ഒരു പോസ്റ്റിൽ, അല്ലെങ്കിൽ ഒരു തുറന്ന കത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ, പോലീസ് ഏമാൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിനെ തുടർന്നാണ് പോലീസ് അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, ശരി. അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പിനെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ കനത്ത ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. മരം വീണും മതിലിടിഞ്ഞും പലയിടത്തും അപകടങ്ങളുണ്ടായി. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടിൽ. കോഴിക്കോട് ജില്ലയുടെ നഗരമേഖലകളിൽ കഴിഞ്ഞ കുറച്ചു നേരങ്ങളായി കനത്ത മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായെങ്കിലും ചാറ്റൽ മഴ ഇപ്പോഴും തുടരുകയാണ്. ഒപ്പം ജില്ലയുടെ മലയോര മേഖലകൾ, ഗ്രാമപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് ജില്ലയിൽ ഇന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ റവന്യൂ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ ഈ ഉരുൾപൊട്ടൽ പോലെയുള്ള അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ പോലെ ഉണ്ടായ ദുരന്തങ്ങൾ ഉണ്ടായ ഇടങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിലങ്ങാട് പോലുള്ള ഇടങ്ങളിൽ നിന്നും ഈ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും താമസക്കാരെ മാറ്റി പാർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഒപ്പം പുഴ കരകവിഞ്ഞൊഴുകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. മഴ കനക്കുമ്പോൾ അവിടെ ആളുകളെ തുടരാൻ യാതൊരു തരത്തിലും അനുവദിക്കില്ല
അനുവദിക്കില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ മതിലുകളും മറ്റും ഇടിഞ്ഞു വീണും ചെറിയ തോതിലുള്ള അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആർക്കും പരുക്കോ മറ്റ് ആൾനാശമോ ഉണ്ടായിട്ടില്ല. ഒപ്പം വിവിധ ഇടങ്ങളിൽ രാവിലെ മുതൽ ആഞ്ഞടിച്ച ശക്തമായ കാറ്റിൽ മരങ്ങൾ കഴപ്പുഴകി ഉണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റുമെത്തി സമയോചിതമായി ഇവ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടുവന്നിരിക്കുന്നു. എന്തായാലും വരും മണിക്കൂറുകളിലും ശക്തമായ രീതിയിൽ തന്നെ മഴ ജില്ലയിൽ പെയ്യും. അതിതീവ്ര മഴ അതുപോലെ തന്നെ തുടരും എന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അടുത്ത 2 ദിവസം കൂടി സമാനമായ രീതിയിൽ തന്നെയാവും ജില്ലയിലെ കാലാവസ്ഥ എന്നാണ് പ്രവചനങ്ങൾ. എറണാകുളം KSRTC സ്റ്റാൻഡിലെ നവീകരണം പാളി. രാവിലെ പെയ്ത മഴയിൽ സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. 3 മാസം മുൻപാണ് 1,88 ലക്ഷം രൂപ മുടക്കി ബസ് സ്റ്റാൻഡ് നവീകരിച്ചത്. വാർത്തയായതോടെ കൊച്ചി കോർപ്പറേഷൻ കാന വൃത്തിയാക്കാൻ ആരംഭിച്ചു. 1,88 ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വലിയ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത ഒരു സ്റ്റാൻഡാണ് KSRTC സ്റ്റാൻഡാണ് എറണാകുളത്തേത്. പക്ഷേ ഇവിടെ എത്തുന്ന യാത്രക്കാർ ബസ്സിലേക്ക് കയറണമെങ്കിൽ നീന്തി പോകേണ്ട അവസ്ഥയാണ്. ഈ ഡ്രൈനേജ് കൃത്യമായി വൃത്തിയാകാത്തതും കാനയിലെ വെള്ള തടസ്സവുമാണ് ഇങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാകാൻ കാരണം. അതായത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ആളുകൾ ബസ്സിലേക്ക് കയറുന്നതും ബസ്സിൽ നിന്നും ഇറങ്ങുന്നതെന്നും നമുക്ക് കാണാൻ സാധിക്കും. വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ KSRTC സ്റ്റാൻഡ് നിൽക്കുന്നത്. പതിവിന് വിപരീതമായി സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമാണെങ്കിൽ പോലും ബസ്സിലേക്ക് കയറുന്ന യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നതും. അതും വളരെ മലിനമായിട്ടുള്ള വെള്ളമാണ്. ഇതിൽ ചവിട്ടിക്കൊണ്ട് വേണം KSRTC ബസ്സിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെടുമ്പോൾ മേയർ പറയുന്നത് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും, അതായത് ഈ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയതാണ്, ഡ്രൈനേജ് ക്ലീൻ ചെയ്തതാണ്, ഇതിന് തൊട്ട് മുന്നിൽ കാണുന്ന കാന അടക്കം വൃത്തിയാക്കിയതാണെന്നാണ് മേയർ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് എന്നിട്ടും ഇത്രയും വലിയ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നതെന്ന് ഇപ്പോഴും അറിയുന്നില്ല. പുലർച്ചെ ഉണ്ടായ മഴയെ തുടർന്നാണ് ഇത്രയും വെള്ളക്കെട്ട്. അങ്ങനെ ഇടവിട്ട് അല്ലെങ്കിൽ തുടർച്ചയായൊരു മഴ പെയ്താൽ എന്താകും KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥയെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ചേട്ടാ, എവിടെന്നാ വരുന്നേ? ഞാൻ തിരുവനന്തപുരം. ഈ വെള്ളക്കെട്ട് കണ്ടോ? ഇതിൽ കൂടിയാണ് ബസ്. വളരെ ബുദ്ധിമുട്ടാണ്. അതെ, അവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല. കൊണ്ട് ബസ് പോലും കയറാൻ പറ്റുന്നില്ല. തിരുവനന്തപുരത്തേക്ക് പോകാനാണ്. 8:50 ബസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കാത്ത് നിൽക്കുകയാണ്. ബസ് വന്നാൽ പോലും അങ്ങോട്ട് പോകാനുള്ള ഒരു നിവൃത്തിയില്ല. നീന്തി പോവേണ്ട അതെ, അതേ അവസ്ഥയാണ്. എന്തായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത്രയും വലിയ ബാഗുകളായിട്ടൊക്കെ ദീർഘദൂര യാത്രയ്ക്ക് വരുന്നവര് ഈ ബസ്സിലേക്ക് കയറണമെങ്കിൽ ഈ വെള്ളത്തിൽ ചവിട്ടിക്കൊണ്ട്, ഈ മലിനമായ വെള്ളത്തിൽ ചവിട്ടിക്കൊണ്ട് കയറേണ്ട സാഹചര്യമാണ്. പക്ഷേ സാധാരണ നമുക്കറിയാം KSRTC സ്റ്റാൻഡിനുള്ളിലേക്കും വെള്ളം കയറുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ യാത്രക്കാർക്ക് പോലും ഇവിടെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പക്ഷെ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് അത് ഇത്രയും ഉയർത്തിയിട്ടുണ്ട്. സ്റ്റാൻഡിന്റെ അകം നല്ല രീതിയിൽ ഉയർത്തിയാണ്. പക്ഷേ അങ്ങനെ ഉയർത്തിയെങ്കിലും ഈ സ്റ്റാൻഡിന്റെ മുൻഭാഗത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അവിടെ അറ്റകുറ്റപ്പണികൾ നടത്താനായി തയ്യാറായില്ല. പ്രധാനമായും ഈ ബ്ലോക്ക് വന്നത് ഈ കാനയിൽ നിന്നും വെള്ളം പോകാത്തതിന്റെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. എന്തായാലും ഇനി എന്ത് നടപടിയായിരിക്കും കോർപ്പറേഷൻ സ്വീകരിക്കുക എന്നത് വ്യക്തമായിട്ടില്ല. ചേട്ടാ, ഈ വെള്ളക്കെട്ട് ഇതിൽ കൂടി കയറണം, വളരെ ബുദ്ധിമുട്ടുണ്ട്. ചെടിവെള്ളത്തേക്ക് ചവിട്ടിക്കൊണ്ട് 2 പ്രാവശ്യം വേണ്ടി ചൊറിച്ചൽ വരുന്നത്, ചേറ്റിയുള്ളത് ചൊറിച്ചൽ വരുന്നത്. ഒരു പരിഹാരമില്ല. കുറെ നാളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇതിപ്പോ എപ്പോ TV നോക്കിയാലും മഴക്കാലം ഇതൊക്കെ കാണാറുണ്ട്. കേട്ടിരുന്നില്ലേ എറണാകുളം ജില്ലയിലെ KSRTC സ്റ്റാൻഡ് വലിയ കുപ്രസിദ്ധി നേടിയതാണ് ഈ വെള്ളക്കെട്ടിൽ. അതെ, ഇപ്പോഴും ഒരു പരിഹാരം എല്ലാ മഴക്കാലത്തും ന്യൂസിൽ കാണാറുണ്ട്. എന്തായാലും എല്ലാ മഴക്കാലത്തും KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ മാധ്യമങ്ങളിലൂടെ പുറംലോകം അറിയുന്നതാണ്. മന്ത്രി ഗണേഷ് കുമാർ പോലും എറണാകുളം KSRTC സ്റ്റാൻഡ് അപമാനമാണെന്ന തരത്തിലുള്ള പരാമർശമൊക്കെ സഭയിൽ നടത്തുകയും ചെയ്തിരുന്നു. എന്നിട്ടും അങ്ങനെയാണ് ഈ നവീകരിക്കാനുള്ളൊരു നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പക്ഷേ അത് കോടികൾ മുടക്കി ഇത്രയും വലിയ പ്രവർത്തനം നടത്തിയിട്ടും ഈ വെള്ളക്കെട്ടിന് യാതൊരു പരിഹാരവും ആയിട്ടില്ല. കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി പോകുന്ന അവസ്ഥയാണ്. ഇതിനേക്കാൾ
മുക്കാലും വെള്ളമാണ്. വളരെ പതുക്കെ മാത്രമാണ് ഈ ബണ്ടിലേക്ക് ഈ കനാലിലേക്ക് വെള്ളം ഒഴുകി പോകുന്നത്. എന്തായാലും മേയർ പറയുന്നത് ഉടനെ തന്നെ ഈ വിഷയം കൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്നാണ്. പക്ഷേ ശക്തമായ മഴ ഇനി വരുന്ന ദിവസങ്ങളിലും ഉണ്ടാകും. അത് വീണ്ടും ഇതുതന്നെ ആവർത്തിക്കുകയാണെങ്കിൽ യാത്രക്കാർ വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അനുഭവിക്കുക. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. കണ്ണൂരിൽ കനത്ത മഴയിൽ കെട്ടിടവും മതിലും തകർന്നു. തളാപ്പ് LIC റോഡിലാണ് കെട്ടിടം തകർന്നു വീണത്. ഇന്ന് രാവിലെ 9:30-ക്കായിരുന്നു അപകടം. പഴയ ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത്. കനത്ത മഴയെ തുടർന്ന് തൃശൂരിൽ മണ്ണിടിച്ചിൽ സാധ്യത. മറ്റത്തൂരിൽ 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. സ്ഥലത്തെ ഗവൺമെന്റ് LP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പും ആരംഭിച്ചു. തൃശൂരിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. നടത്തറ പൂച്ചട്ടി ഭവൻ സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്കാണ് മരം വീണത്. ആർക്കും പരിക്കില്ല. നിരവധി വാഹനങ്ങൾ അപകടത്തിൽ തകർന്നു. പാലക്കാട് പരുത്തിപ്പുള്ളി മണിയമ്പാറ പാതയിൽ തൃത്താമര ക്ഷേത്രത്തിന് സമീപം മരം കടപുഴകി വീണു. വൈദ്യുതി കമ്പികൾക്ക് മുകളിലൂടെയാണ് മരം വീണത്. തൃത്താമര ചന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള ശുചിമുറിയും പൂർണ്ണമായും തകർന്നു. ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിലാണ് മരം കടപുഴകി വീണത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒമാൻ തീരത്ത് തീപിടിച്ച ഇന്ത്യൻ കപ്പലിലെ 24 നാവികരും സുരക്ഷിതർ. ഒമാന് ഇന്ത്യ നന്ദി അറിയിച്ചു. ഇന്ത്യയിൽ നിന്നാണ് കപ്പൽ ഒമാനിലേക്ക് പുറപ്പെട്ടത്. ഉപരോധം മറികടന്ന കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നതെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. മുംബൈയിലെ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ ഒമാനുമായി സഹകരിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കർണാടക കോൺഗ്രസിൽ തർക്കം തുടരുന്നു. മികച്ച വകുപ്പ് കിട്ടിയില്ലെന്ന് ആരോപിച്ച് കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വന്നു. മന്ത്രിസഭാംഗമായ കൃഷ്ണ ബൈര ഗൌഡ വകുപ്പ് തർക്കത്തെ തുടർന്ന് ഇതുവരെ ചുമതല ഏറ്റെടുത്തിട്ടില്ല. തനിക്ക് ലഭിച്ച ബംഗളൂരു വികസന വകുപ്പിൽ നിന്ന് പ്രധാനപ്പെട്ട ചില ഉപവകുപ്പുകൾ ഒഴിവാക്കിയതാണ് പ്രതിഷേധത്തിന് കാരണം. മുതിർന്ന നേതാവും മന്ത്രിസഭാംഗവുമായ KH മുനിയപ്പയ്ക്കും അതൃപ്തിയുണ്ട്. കൃഷി വകുപ്പ് ചോദിച്ചു തനിക്ക് ഭക്ഷ്യ വകുപ്പ് നൽകിയെന്നാണ് പരാതി. ഭരണത്തിന് തുടക്കനാളുകളിൽ തന്നെ DK ശിവകുമാറിന് മുന്നിൽ തർക്കം വെല്ലുവിളിയാവുകയാണ്. സജിത്ത് വിവരങ്ങളുമായി ചെയ്ത് സജിത്ത്, ഒരുപാട് തർക്കങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് DK മുഖ്യമന്ത്രിയായത്. പക്ഷെ അതിനുശേഷവും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണോ? തീർച്ചയായും കർണാടകയിൽ വകുപ്പ് തർക്കമാണ് ഇപ്പോഴും വെല്ലുവിളിയാവുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ് രാമലിംഗ റെഡ്ഡി ഒരു വിമത നീക്കവും രാജ്യപ്രഖ്യാപനവും നടത്തി. പിന്നീട് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന പുതിയ നീക്കമാണ്. ഈ കൃഷ്ണബൈര ഗൌഡയുടെ ആവശ്യം, തൻ്റെ ആവശ്യം പ്രധാനമായും ഈ ബംഗളൂരു വികസന വകുപ്പിൽ നിന്നും ചില ഉപവകുപ്പുകളും ചില സ്ഥാപനങ്ങളുമൊക്കെ അതിൻ്റെ ചുമതല എടുത്തുമാറ്റി എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധത്തിന് കാരണം. അതുകൊണ്ട് തന്നെ ഈ ചുമതല ഏറ്റെടുക്കാൻ ഇതുവരെ കൃഷ്ണബൈര ഗൌഡ തയ്യാറായിട്ടില്ല. ഹൈക്കമാൻഡിന് മുന്നിൽ പരാതി എത്തിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും തൻ്റെ പരാതി അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നീക്കം. അതേസമയം KH മുനിയപ്പ മന്ത്രിസഭാംഗത്വം ഏറ്റെടുത്തെങ്കിൽ കൂടിയും തൻ്റെ പ്രതിഷേധം അദ്ദേഹം പരസ്യമാക്കിയിട്ടുണ്ട്. കൃഷി വകുപ്പാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് സിവിൽ സപ്ലൈസ് വകുപ്പാണ് കൈമാറിയത്. ഇതിൽ തനിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. വകുപ്പ് വിഭജനത്തിൽ സീനിയോറിറ്റിയാണ് പരിഗണിക്കേണ്ടതെങ്കിൽ അതിൻ്റെ സീനിയോറിറ്റി താൻ 8 തവണ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഇതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KH മുനിയപ്പ ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നത്. തീരുന്നില്ല. ഡെപ്യൂട്ടി മുഖ്യമന്ത്രി കൂടിയായ ഉപമുഖ്യമന്ത്രി കൂടിയായ പരമേശ്വര മറ്റൊരു വാദം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തനിക്ക് മുഖ്യമന്ത്രി ആവേണ്ടതാണ്. ഇത്തവണയെങ്കിലും തൻ്റെ ആവശ്യം പരിഗണിക്കുമെന്ന് കരുതുന്നു. താൻ ഇപ്പോഴും ശുഭാപ്തി വിശ്വാസക്കാരനാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആക്കേണ്ടതായിരുന്നു എന്ന നിലപാട് കൂടി അദ്ദേഹം പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അതൃപ്തികൾ പല രീതിയിൽ കർണാടകയിൽ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. DK ശിവകുമാറിന് മുന്നിൽ അവശേഷിക്കുന്ന ഇനി 2 കൊല്ലം, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള 2 കൊല്ലം മികച്ച രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ മന്ത്രിസഭയിലെ കല്ലുകടികൾ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കുമെന്നായിരിക്കും അദ്ദേഹത്തിന് മുന്നിലുണ്ടാവുന്ന ചോദ്യം. ശരി. മുൻ പ്രധാനമന്ത്രിയും ജനതാദൾ എസ് അധ്യക്ഷനുമായ HD ദേവഗൌഡയ്ക്ക് രാജ്യസഭാ അവസരം നൽകാതെ BJP. ഇതോടെ പതിറ്റാണ്ടുകൾക്ക് ശേഷം മുൻ പ്രധാനമന്ത്രിമാരും പാർലമെന്റ് അംഗങ്ങളായി ഉണ്ടാവില്ലെന്ന പ്രത്യേകതയുമുണ്ട്.
93കാരനായ ദേവഗൌഡയ്ക്ക് പകരം BJP നേതാവ് M. നാഗരാജയാണ് BJP ജനതാദൾ സഖ്യത്തിൽ നിന്നും ജയസാധ്യതയുള്ള ഏക സ്ഥാനാർത്ഥി. ലോക്സഭാംഗം, രാജ്യസഭാംഗം, MLA എന്നീ നിലകളിൽ 6 പതിറ്റാണ്ട് നീണ്ട ദേവഗൌഡയുടെ പാർലമെന്ററി ജീവിതമാണ് ഇതോടെ അവസാനിക്കുന്നത്. കോഴിക്കോട് ദേശീയപാതയിൽ KSRTCയുടെ നിയമലംഘനം. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് സംഭവം. KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് രാമനാട്ടുകര ഭാഗത്തേക്ക് നിയമം തെറ്റിച്ച് ഓടിച്ചത്. 3 കിലോമീറ്ററോളം വൺവേ തെറ്റിച്ച് ഓടിച്ചു. ടോൾ അടയ്ക്കാൻ പണമില്ലാതെ വന്നതോടെ ബസ് വന്ന വഴി തിരികെ ഓടിച്ചുവെന്നാണ് ജീവനക്കാരുടെ വിശദീകരണം. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം അനിശ്ചിതത്വത്തിൽ. പാർട്ടി നൽകിയ ലിസ്റ്റിൽ നിന്നും ഉള്ളവർക്ക് ഇതുവരെ നിയമനം കിട്ടിയിട്ടില്ല. മന്ത്രിമാർ സ്വന്തം നിലയിൽ സ്റ്റാഫ് നിയമനം നടത്താനാണ് ശ്രമം. പാർട്ടി നൽകിയ 150 പേരുടെ പട്ടികയിൽ നിന്നും ആരെയും നിയമിച്ചില്ല. മന്ത്രിമാർ ആളുകളെ കണ്ടെത്തിയെങ്കിലും അവർക്ക് നിയമന ഉത്തരവ് കിട്ടിയിട്ടില്ല. പാർട്ടി നിർദ്ദേശം മറികടക്കാനുള്ള മടിയാണ് കാരണമെന്നാണ് സൂചന. 30-ാം തീയതിയായിരുന്നു മുസ്ലിം ലീഗ് 5 മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിനായി തെരഞ്ഞെടുക്കാനുള്ള 150 പേരുടെ പട്ടിക നേതൃത്വം മന്ത്രിമാർക്ക് കൈമാറിയത്. എന്നാൽ ഇത്ര ദിവസമായിട്ടും ഈ പട്ടികയിൽ നിന്ന് ആരെയും നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു വിവാദമായി ഉയരുന്നത്. അതായത് ലീഗ് നേതൃത്വത്തിന് മന്ത്രിമാർ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ വഴങ്ങുന്നില്ല എന്ന ആരോപണമാണ് ഉയരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നേരത്തെ ഈ ലിസ്റ്റിൽപ്പെട്ട പലരും തിരുവനന്തപുരത്ത് പോയിട്ട് മന്ത്രിമാരുടെ ഓഫീസുകളിൽ പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും നിയമനം നടക്കാത്ത സാഹചര്യത്തിൽ തിരിച്ചെത്തുകയായിരുന്നു. അതിനും അപ്പുറം മന്ത്രിമാർ തന്നെ അവർ താല്പര്യമെടുത്ത് പല പോസ്റ്റുകളിലേക്ക് നിയമനം ഇതിനകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പാർട്ടി നേതൃത്വത്തിൻ്റെ സമ്മതം ഈ ഒരു പട്ടിക നിലനിൽക്കുന്നതിനാൽ ലഭിക്കാത്തതിനാൽ അവർക്ക് ഔദ്യോഗികമായിട്ട് ഉത്തരവ് നൽകിയിട്ടില്ല എന്ന് മാത്രമാണ് ഇതിൽ ഉള്ള ഒരു കാര്യം. വിദ്യാഭ്യാസ വകുപ്പ് മാത്രമാണ് 5 പേരെ നിയമിച്ചതായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ തന്നെ ഓഫീസുകളിൽ അവർ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ആർക്കും നിയമന ഉത്തരവ് നൽകിയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ലീഗ് നേതൃത്വത്തിൻ്റെ അംഗീകാരം പൂർണ്ണമായി ഇതിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മന്ത്രിമാരുടെ ഓഫീസ് പറയുന്ന വിശദീകരണം പരിചയസമ്പന്നരായ ആളുകളെ വേണം നിയമിക്കുവാൻ, അതല്ലെങ്കിൽ ഓഫീസിന്റെ പ്രവർത്തനം താറുമാറാകും. ഈ പട്ടികയിൽ പലരും പുതുമുഖങ്ങളാണ്, പാർട്ടി പ്രവർത്തനത്തിൽ മാത്രം പരിചയമുള്ളവരാണ്. അത്തരത്തിലുള്ള ആളുകളെ നിയമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മന്ത്രിമാരുടെ ഓഫീസിന്റെ പ്രവർത്തനം അത് ബുദ്ധിമുട്ടിലാവുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ പട്ടികയിൽ നിന്ന് ആളുകൾ ഉൾക്കൊള്ളിക്കുന്നതിൽ താമസം വരുന്നത്, അല്ലെങ്കിൽ അതിൽ ബുദ്ധിമുട്ടുള്ളതെന്നാണ് മന്ത്രിമാരുടെ ഓഫീസ് അല്ലെങ്കിൽ മന്ത്രിമാർ നൽകുന്ന ഒരു വിശദീകരണമായിട്ടുള്ളത്. എന്താണെങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. പാർട്ടിയെ പൂർണ്ണമായിട്ടും മന്ത്രിമാർ വഴങ്ങുന്നില്ല പാർട്ടിക്ക് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആരോപണം. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം മുതൽ ഓരോ ഘട്ടങ്ങളിലും ലീഗ് നേതൃത്വം വളരെ സസൂക്ഷ്മമാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത്. ഓരോ നേതാക്കളെയും അളന്നു മുറിച്ചാണ് സ്ഥാനാർത്ഥികളാക്കിയതെന്ന് വേണം പറയാൻ. അത്തരത്തിൽ തന്നെയാണ് സ്റ്റാഫ് നിയമനത്തിനുള്ള പട്ടികയും തയ്യാറാക്കിയിട്ടുള്ളത്. എന്തുതന്നെയാണെങ്കിലും ഈ വിവാദം ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത് ലീഗിനെ സംബന്ധിച്ച് വിവാദമാവുന്ന സാഹചര്യം അത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു തിളക്കം കുറയ്ക്കുന്നതാണെന്ന് പറയാതെ വയ്യ. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ തീരുമാനമാകുമെന്ന് നേതൃത്വം പറയുമ്പോഴും നേതൃത്വം പറഞ്ഞ ഈ പട്ടികയിൽ നിന്ന് എത്ര പേരെ മന്ത്രിമാർ ഉൾക്കൊള്ളിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. മന്ത്രിമാരുടെ പ്രവർത്തനം സുതാര്യമാകുവാനും നേതൃത്വത്തിന്റെ അറിവോടെയാകുവാനും വേണ്ടി കൂടിയാണ് അത്തരത്തിലുള്ള തീരുമാനം മുസ്ലിം ലീഗ് നേതൃത്വം കൈക്കൊണ്ടത്. പക്ഷേ ഇപ്പോഴും അതുമായി മുസ്ലിം ലീഗ് മന്ത്രിമാർ പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്നൊരു വിവാദം. ഇത് നേതൃത്വം തന്നെ ഇടപെട്ട് പരിഹരിക്കുമെന്ന പ്രതീക്ഷയാണ് പ്രവർത്തകർക്കുള്ളത്. അഖിലോട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണിയിൽ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ പ്രധാനികളിൽ ഒരാൾ ദിവ്യ S. അയ്യരാണ്. വിഴിഞ്ഞം പദ്ധതി ചുമതലയിൽ നിന്ന് മാറ്റി പുതിയ ചുമതല ആർക്കെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല. KS ശബരിനാഥന്റെ ഭാര്യയാണെങ്കിലും സർക്കാർ തലപ്പത്തുള്ള പലർക്കും ദിവ്യയോട് വേണ്ടത്ര താല്പര്യമില്ലെന്നാണ് സൂചന. മുൻ സർക്കാരാണ് ദിവ്യയെ തന്ത്രപ്രധാന ചുമതലയിൽ കൊണ്ടുവന്നത്. പിണറായി വിജയനെ അടക്കം പുകഴ്ത്തി നേരത്തെ ദിവ്യ രംഗത്തെത്തിയിരുന്നു. ഇന്നലെ ഇറങ്ങിയ ഉത്തരവിന് പിന്നാലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് മാറ്റമുണ്ടാകുമെന്നാണ് സൂചന. UDF സർക്കാർ അധികാരത്തിലേറ്റ ശേഷം IAS തലപ്പത്ത് നടത്തുന്ന ഏറ്റവും വലിയ അഴിച്ചുപണിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. 49 IAS ഉദ്യോഗസ്ഥരെയാണ് വിവിധ തസ്തികകളിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ആഭ്യന്തരം, ധനം, ആരോഗ്യം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരെ തൽസ്ഥാനത്ത് നിലനിർത്തിയിട്ടുണ്ടെങ്കിലും പ്രിൻസിപ്പൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി, ഡയറക്ടർ പദവികളിലാണ് പ്രധാനമായും അഴിച്ചുപണി നടന്നിരിക്കുന്നത്. അതിൽ തന്നെ ദിവ്യ S. അയ്യരെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്ന് വിസ
സ്ഥാപനത്തിന്റെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു എന്നതാണ് ഈ അഴിച്ചുപണിയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഭേദഗതി അല്ലെങ്കിൽ മാറ്റം. KS ശബരിനാഥന്റെ പത്നി കൂടിയാണ് ദിവ്യ എസ് അയ്യർ. പക്ഷേ UDF മന്ത്രിസഭയിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾക്ക് അടക്കം ദിവ്യ എസ് അയ്യരോട് ഒരു അനഭിമുഖ്യമുണ്ട്. അതിന് കാരണം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയനെ പരസ്യമായി പുകഴ്ത്തിക്കൊണ്ട് ദിവ്യ എസ് അയ്യർ എടുത്ത സമീപനം തന്നെയാണ്. അത് ഒരിക്കലും അംഗീകരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലാണ് UDFിലെയും കോൺഗ്രസിലെയും ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ. അതാണ് ദിവ്യ എസ് അയ്യർക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പകരം വിഴിഞ്ഞത്തിന്റെ തുറമുഖത്തിന്റെ ചുമതലയിലേക്ക് മുഖ്യമന്ത്രി നേരിട്ട് നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന തുറമുഖ വകുപ്പിന്റെ ചുമതലയിലേക്ക് ആര് എത്തും, അതിന്റെ MD സ്ഥാനത്തേക്ക് ആരെത്തും, നിർണായകമായ മാറ്റങ്ങൾക്ക് അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കടക്കം തുറമുഖം വരുന്ന മാസങ്ങളിൽ സാക്ഷ്യം വഹിക്കും. അതുമായി ബന്ധപ്പെട്ട നിർണായകമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് ഇനി അതിന്റെ ചുമതലയിലേക്ക് എത്തുന്ന സെക്രട്ടറി ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഏത് മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ ആ പദവിയിലേക്ക് പരിഗണിക്കുമെന്നതാണ് ഇനി ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. IAS തലപ്പത്തെ ഈ വലിയ അഴിച്ചുപണിക്ക് പിന്നാലെ IPS തലപ്പത്തും നിർണായകമായ അഴിച്ചുപണിക്ക് കളമൊരുക്കുകയാണ്. ക്രമസമാധാന ചുമതലയിലെ ADGP ഉൾപ്പെടെയുള്ളവരെ മാറ്റിക്കൊണ്ട് തൽസ്ഥാനങ്ങളിലേക്ക് സർക്കാരിന് കൂടുതൽ സ്വീകാര്യതയുള്ള മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ പരിഗണിക്കാനുള്ള സാധ്യതയാണ് ഏറുന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് 1 വർഷം കൂടി കാലാവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലയിലും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് തലപ്പത്തുമായിരിക്കും ഒരുപക്ഷെ മാറ്റം. വിജിലൻസ് തലപ്പത്ത് മനോജ് എബ്രഹാം തന്നെ തുടർന്നേക്കുമെന്നുള്ള സൂചനകൾ കൂടിയാണ് പുറത്തുവരുന്നത്. അതിനിടെ അടുത്ത ചീഫ് സെക്രട്ടറി ആരാകണമെന്ന കാര്യത്തിലും വലിയ ചർച്ചകളാണ് സർക്കാർ തലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. IAS ഉദ്യോഗസ്ഥരെ ഏത് സ്ഥാനത്ത് നിയമിക്കണമെന്നത് അതത് സർക്കാരിന്റെ താൽപര്യമെന്ന് മന്ത്രി റോജി M. ജോൺ. നിയമനം സർക്കാരിന്റെ ഭരണപരമായ തീരുമാനമാണ്. ഭരണം മാറിയതിന്റെ മാറ്റം എല്ലാ തലങ്ങളിലും ഉണ്ടാകും. B. അശോക് IAS നിയമനത്തെക്കുറിച്ചായിരുന്നു റോജി M. ജോണിന്റെ പരാമർശം. ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഗവൺമെന്റ് IASകാരെ IPSകാരെ ഏത് സ്ഥാനത്ത് നിയമിക്കണമെന്നുള്ളത് ആ ഗവൺമെന്റിന്റെ പ്രോഗേറ്റീവാണ്. CPMന് അല്ലെങ്കിൽ കഴിഞ്ഞ ഗവൺമെന്റിന് അനഭിമിതരായിരുന്ന ആളുകളെ ഈ ഗവൺമെന്റ് ഒരു സ്ഥാനത്ത് വയ്ക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞാൽ അവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഞങ്ങൾ ഈ അവരുടെ കഴിഞ്ഞ ഗവൺമെന്റിനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ LDF സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീ B. അശോക്. അദ്ദേഹത്തെ ഈ ഗവൺമെൻറ് സർവീസിൽ തിരിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ പോസ്റ്റിംഗ് കൊടുക്കുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഭരണപരമായിട്ടുള്ളൊരു തീരുമാനമാണ്. അവർ വെച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ നമുക്കിഷ്ടമില്ലാതായിരിക്കുക, അല്ലെങ്കിൽ അവർ വെച്ച ആളുകളെ നമ്മൾ തുറന്നുകൊണ്ടിരിക്കാനാണെങ്കിൽ പിന്നെ ഭരണം മാറേണ്ട കാര്യമില്ലല്ലോ. ഭരണം മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റം എല്ലാ തലങ്ങളിലും കാണും. പിന്നെ അതിന് ആളുകൾ അത് എന്താ പറയുക RSS ആണ്, സംഘപരിവാറാണെന്നൊക്കെ അവർ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആവില്ലല്ലോ. വയനാട് സുൽത്താൻ ബത്തേരിയിൽ 2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. രോഗലക്ഷണങ്ങളുള്ള 443 പേർ ബത്തേരിയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 68 പേർ അഡ്മിറ്റാണ്. 163 പേർ നിരീക്ഷണത്തിലാണ്. രോഗവ്യാപനം തടയാൻ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിലെ 2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇന്ന് രാവിലെ കൃഷിമന്ത്രി T. സിദ്ദിഖിന്റെയും സ്ഥലം MLA IC ബാലകൃഷ്ണന്റെയും നേതൃത്വത്തിൽ ഉന്നതതല യോഗം നടത്തുകയുണ്ടായി. ഈ യോഗത്തിൽ ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അധികാരികളും എല്ലാം ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോഴത്തെ നിലവിൽ ഏതാണ്ട് ഒരു 413ഓളം ആളുകളാണ് ഈ ഷിഗല്ല രോഗവുമായി നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 68 പേർ വിവിധ ആശുപത്രികൾ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഇവരുടെ ഒരു ആരോഗ്യസ്ഥിതി വലിയ രീതിയിൽ നിരീക്ഷിച്ചു പോരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് എടുത്ത പ്രധാന തീരുമാനങ്ങൾ ഓരോ വീടുകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലുമെല്ലാം പാലിക്കേണ്ട പ്രോട്ടോകോളുകൾ അത് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നടന്ന സ്ഥലത്തുള്ള അതായത് നെന്മേനി പഞ്ചായത്തിലുള്ള എല്ലാ വീടുകളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അസുഖബാധിതരായ കുട്ടികളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലും പ്രത്യേക നിരീക്ഷണം നടത്തും, അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികളെയും നിരീക്ഷിക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 35ഓളം ആദിവാസി കുട്ടികൾക്കും ഈ രോഗലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട്. അവരെ പ്രത്യേക നിരീക്ഷണത്തിൽ ഏർപ്പെടുത്തും, അല്ലെങ്കിൽ അവരെ പ്രത്യേകമായി തന്നെ നിരീക്ഷിക്കും എന്നുമാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഒരു വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഇത്തരത്തിലൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ഇന്നലെയാണ് ഇതിന്റെ ഒരു റിസൾട്ട് വന്നത്. അതിൽ നിന്നും ഇത് ഷിഗല്ലയാണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി.
ഇന്ന് വൈകിട്ടോടെ ആരോഗ്യമന്ത്രി സ്ഥലത്തെത്തുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം കൂടുതൽ തീരുമാനങ്ങളുണ്ടാകും. എന്തായാലും ഇതൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ചികിത്സയിലുള്ള കുട്ടികളെല്ലാം സ്റ്റേബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. എന്നാലും ചില കുട്ടികൾക്കൊക്കെ ചില അസ്വസ്ഥതകൾ വരുന്നുണ്ട്. അവരൊക്കെ പ്രത്യേകിച്ച് നിരീക്ഷിച്ച് വരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു രോഗം സ്ഥിരീകരിച്ച സ്ഥിതിക്ക് വേണ്ട എല്ലാ മുൻകരുതലുകളും ആരോഗ്യ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ. ഷിഗല്ല ബാധയുടെ പശ്ചാത്തലത്തിൽ വൃത്തിയില്ലാത്ത തട്ടുകടകൾ പൂട്ടിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി. തദ്ദേശ ഭരണകൂടങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി അറിയിച്ചു. വയറിളക്കവും പനിയും ഒക്കെ ഛർദിയുണ്ടായി. ഇതിന്റെ രോഗലക്ഷണമാണ്. പല കുട്ടികളെ അഡ്മിറ്റ് ചെയ്തെങ്കിലും അവസാനം കഴിഞ്ഞ ദിവസം വന്ന 25ഓളം കുട്ടികൾ, അതിൽ 4 കുട്ടികൾക്ക് കുഴപ്പമില്ല. 21 കുട്ടികളുടെ പരിശോധനാ ഫലത്തിൽ 2 എണ്ണം ഇന്നലെ പോസിറ്റീവ് ആയിട്ടുണ്ട്. 19 കുട്ടികളുടെ ഇന്ന് വൈകുന്നേരത്തോടെ റിസൾട്ട് കിട്ടും. പക്ഷേ ഭാഗ്യവശാൽ ഒന്നും മാരകമായിട്ടുള്ളതല്ല. ഈ രോഗം ഉണ്ടാക്കുന്നത് വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷങ്ങളാണ്. ഞാനൊരു കാര്യം ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. വൃത്തിയില്ലാത്ത സ്ഥലത്ത് പ്രവർത്തിക്കുന്ന തട്ടുകട പൂട്ടിച്ചാൽ മതി. ഇവിടെ തട്ടുകടയുള്ളവരുണ്ടെങ്കിൽ പേടിക്കേണ്ട, നല്ല രീതിയിൽ നടത്തിയാൽ കുഴപ്പമൊന്നുമില്ല. പല VIP-കളും തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ തീരെ വൃത്തികെട്ട സ്ഥലത്ത് തട്ടുകട നടത്തിയാൽ കുടിക്കുന്ന വെള്ളം, ആ വെള്ളം അശുദ്ധമാണെങ്കിൽ അതിനാണ് ക്ലോറിൻ വെച്ച് ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ട് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്. പക്ഷേ പലരുടെയും പരാതി എന്താ അറിയോ? ക്ലോറിന്റെ മണം പിടിക്കുന്നില്ല. വായിടുമ്പോ കുടിക്കുമ്പോ ഒരു ജാതി ചോയുണ്ട്. എന്നാൽ വെറും വെള്ളം കുടിച്ചിട്ടേ ഷിഗല്ല വന്നാലത്തെ അവസ്ഥ എന്താ? ഛർദിയും വയറിളക്കും ഇതെല്ലാം കൂടെ ഒരുമിച്ച് മരണവും സംഭവിക്കും. അതുകൊണ്ട് പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ ക്ലീനിങ് നടത്തും. എല്ലാ ചികിത്സാ പിഴവുകളിലും ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കാനാകില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അങ്ങനെ വന്നാൽ സംസ്ഥാനത്ത് ആശുപത്രികളിൽ പിന്നെ ഡോക്ടർമാർ ഉണ്ടാകില്ലെന്നും മന്ത്രി. ആരോഗ്യവകുപ്പിന്റെ ജനസമ്പർക്ക പരിപാടിയായ കായകൽപ്പത്തിന്റെ ഭാഗമായി കോഴിക്കോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ ആശുപത്രികളിൽ രോഗികളെ നിലത്ത് കിടത്തുന്നത് ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ഇതിന് വിവിധ സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് കൂടുതൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. MLA MP ഫണ്ടുകൾ റോഡുകൾക്ക് പകരം ആശുപത്രി കെട്ടിടങ്ങൾക്കായി വിനിയോഗിക്കണമെന്ന് ആരോഗ്യമന്ത്രി. റോഡുകൾക്ക് ആദ്യം ഫണ്ട് അനുവദിച്ചാൽ അത് പൊട്ടിപ്പൊളിയുമെന്നും അതിനാൽ ഒടുവിൽ അനുവദിച്ചാൽ മതിയെന്നും മുരളീധരൻ പറഞ്ഞു. MLA-മാരുടെ MP-മാരുടെയൊക്കെ ഫണ്ട്, പ്രാദേശിക വികസന ഫണ്ട് ആശുപത്രി കെട്ടിടങ്ങളും കൂടെ തന്ന് ഒന്ന് സഹായിക്കുക. ഞാൻ പറയാൻ കാരണം പലർക്കും റോഡ് വേണ്ടി വരും. ഞാൻ വേണ്ടെന്ന് പറയുന്നില്ല, റോഡും പ്രധാന ഘടകം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ആദ്യ ഫണ്ട് തന്നെ റോഡിന് കൊടുത്താൽ അടുത്ത നിങ്ങളുടെ ഇലക്ഷന്റെ നേരാകുമ്പോഴേക്കും ആ റോഡൊക്കെ പൊളിക്കും. നേരെ മറിച്ച് കെട്ടിടാണെങ്കിൽ അത് അവിടെ നിൽക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ ഷാഹി പറഞ്ഞില്ല, വടകര ഹോസ്പിറ്റലിന്റെ കെട്ടിടത്തിന്റെ അത് ഇപ്പോഴും ഞാൻ MP അല്ലെങ്കിൽ അത് എന്നും കാണുക. എന്നാൽ റോഡാണെങ്കിൽ റോഡ് വേണം. അത് എനിക്ക് തോന്നുന്നത് തീരെ ഒഴിച്ചുവിടാൻ കഴിയാത്ത റോഡ് മാത്രം തൽക്കാലം, ബാക്കി റോഡൊക്കെ അവസാനത്തെ വർഷം. അപ്പോൾ നല്ല റോഡ്, ടാറിട്ട റോഡ് എന്നൊക്കെ ഇലക്ഷൻ കാലത്ത് പറയാം. തിരുവനന്തപുരം മുടവൻമുകളിൽ ജലധൂർത്തി കോമ്പൗണ്ടിലെ മതിൽ കനത്ത മഴയിൽ തകർന്നു വീണ് 2 വീടുകൾക്ക് നാശനഷ്ടം. ശേഷിക്കുന്ന ഭാഗവും എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ്. പുതിയ മതിൽ ഉടൻ നിർമ്മിച്ചു നൽകണമെന്നും അല്ലെങ്കിൽ സ്ഥിതി ആശങ്കാജനകമാകുമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. തിരുവനന്തപുരം മുടവൻമുകളിലെ വാട്ടർ അതോറിറ്റിയുടെ സ്ഥലത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വൻ മതിലിന്റെ ഭാഗമാണ് ഇന്ന് വെളുപ്പിനെ 2 വീടുകൾക്ക് മുകളിലേക്ക് പതിച്ചിരിക്കുന്നത്. ഒരു വീടിന്റെ പിൻവശത്തേക്കാണ് ഈ കല്ലും മണ്ണും ഉൾപ്പെടെ വലിയൊരു മൺകൂനിയായി പുലർച്ചെയോടെ പതിക്കുന്ന സാഹചര്യമുണ്ടായത്. വാട്ടർ അതോറിറ്റി അധികൃതർ ഉടൻ തന്നെ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വലിയ ആശങ്കയിലാണ് കുടുംബങ്ങൾ. എന്നോടൊപ്പം ചേരുന്നു ഈ മണ്ണിടിഞ്ഞ് വീണ സ്ഥലത്തെ കുടുംബാംഗങ്ങൾ. എന്താ പേര്?
ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതിനൊന്നും ഉണ്ടായിട്ടില്ല. ഇത് എന്താ സംഭവിച്ചത്? ഇത് രാവിലെ ഒരു 4:30 മണിക്ക് ഞങ്ങള് എന്നും രാവിലെ പുറത്തിറങ്ങണതാണ്. അപ്പോൾ അന്നായപ്പോൾ പിന്നെ അകത്ത് നിന്നിട്ട് പിന്നെ പുറത്തിറങ്ങാന്ന് പറഞ്ഞ് അകത്ത് നിന്ന് ഗ്യാസ് കത്തിച്ച് തുടങ്ങിയപ്പോഴാണ് ഈ സൗണ്ട് പറ സൗണ്ടും കേട്ട് അവിടെ ഒരു വാട്ടർ ട്രീയിൽ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ടാങ്കാണ് അത്, വലിയൊരു ടാങ്ക്. അത് പൊട്ടി അതിന്റെ വെള്ളമെല്ലാം വീട്ടിനകത്ത് കയറി. പിന്നെ ഞങ്ങൾക്ക് പേടിയായിരുന്നു, പറ വന്ന് വീഴുന്നോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ വീട്ടിൽ താമസിക്കണവരാണെങ്കിൽ രാവിലെ എന്നും പുറത്ത് കഞ്ഞി വെക്കാൻ ഇറങ്ങണതാണ്. ഇന്ന് ഇത്തിരി മഴയായതുകൊണ്ട് അവര് അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. പിന്നെ എന്റെ വീട്ടിലാണെങ്കിൽ ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ കിടക്കണ മുറിയിൽ 3 ജനലും പാളിയും പൊളിഞ്ഞിട്ട് ഇത് കണ്ണാടി ചില്ലൊക്കെ അമ്മച്ചിയുടെ പുറത്തൊക്കെ വീണ് അമ്മച്ചി കിടപ്പാണ്. അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പൊ എന്താണ് വാട്ടർ അതോറിറ്റി അധികൃതർ? ഇവരൊന്നും ഞങ്ങളുടെ പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾക്ക് അത്യാവശ്യം ഈ ഇവിടത്തെ ഇത് മാറ്റണം, ഇല്ലെങ്കിൽ ഇത് ഇടിഞ്ഞ് താഴെ വീഴും. കല്ലും ഇതെല്ലാം കൂടെ വെച്ചാൽ വലിയ ഫുള്ള് ഇതിനില്ല. താൽക്കാലികം ഞങ്ങളിത് വാർത്ത് എടുത്തതാണ് ഇത്രയും. എന്നുവെച്ചാൽ വിറവിന്റെ ഒക്കെ ബുദ്ധിമുട്ടുകൊണ്ട് വിറവ് വെച്ച് മതി. അപ്പൊ അത് ഇതിനുള്ള ഇത് ഇല്ല. അപ്പൊ ഇപ്പോൾ തന്നെ സൈഡുകൾ പൊട്ടി തുടങ്ങി. ഇത് മൊത്തം പൊട്ടി വീഴുന്നുമ്പോ ഇതിനെ മാറ്റി തരണം ഞങ്ങൾക്ക്. അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടും. ഈ കല്ലും മണ്ണും എല്ലാം ഇവിടുന്ന് നീക്കി കുറച്ചുകൂടെ ബലവത്തായ രീതിയിൽ മതില് പുനർനിർമ്മിക്കാനുള്ള നീക്കങ്ങളിലേക്ക് വൈകാതെ തന്നെ കടക്കുമെന്നാണ് വാട്ടർ അതോറിറ്റി എ ന്യൂസ് 18 പ്രതികരിച്ചത്. ഇന്നലത്തെ രാത്രി ശക്തമായ മഴയിലാണ് ഇടിഞ്ഞു വീഴുന്നത്. ഇപ്പൊ നിലവിൽ വീട്ടിൽ ഇടിഞ്ഞു വീഴുന്നത് മാറ്റി ജെ സി ഉപയോഗിച്ച് മാറ്റിയിട്ട് ബാക്കി ഒന്നേന്ന് പൊളിച്ച് കെട്ടിയാലേ പറ്റുള്ളൂ. അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട്. തൽക്കാലത്തേക്ക് വീട്ടിലോട്ട് ഇടിഞ്ഞു വീഴുന്ന എല്ലാം തന്നെ മാറ്റാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം ദുർബലമായ അവസ്ഥയിലാണ് ഈ മതിലിന്റെ മറ്റ് ഭാഗങ്ങളും. അടിയന്തരമായ ഒരു ഇടപെടൽ അനിവാര്യമാണ്. അതല്ല എങ്കിൽ മതിലിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ കൂടി ഇപ്പോൾ ഒരു നടുഭാഗത്തുള്ള കല്ലും മണ്ണുമൊക്കെയാണ് തകർന്ന് താഴേക്ക് പതിച്ചിരിക്കുന്നത്. അതിന്റെ ഇരുവശങ്ങളും സമാനമായ തരത്തിൽ ബലക്ഷയമുള്ള അവസ്ഥയിൽ തന്നെയാണ്. ഈ ഇടപെടൽ വലിയ മഴ ശക്തമാകുന്നതിന് മുമ്പ് തന്നെ അതിവിടെ നിന്ന് നീക്കി കുറച്ചുകൂടെ ബലവത്താകാനുള്ള ഒരു നീക്കം ഉണ്ടായില്ലെങ്കിൽ ശേഷിക്കുന്ന ഭാഗം കൂടെ നിലത്തേക്ക് പതിക്കും. അത് മറ്റ് സമീപത്തുള്ള വീടുകളെ കൂടി പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നതാണ് നിലവിലെ സ്ഥിതി. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. സ്കൂളുകളിൽ ആഴ്ചയിലൊരിക്കൽ കളർ ഡ്രസ് അനുവദിക്കുന്നതിൽ ഏകപക്ഷീയമായ തീരുമാനമെടുക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം മാത്രം നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സ്കൂളിൽ ചെന്ന് കുട്ടികളുമായി സംസാരിക്കുമ്പോൾ കുട്ടികളെ ഭാഗത്തൊരു നിർദ്ദേശം വന്നു, ഞങ്ങൾക്കൊരു ദിവസം കളർ ഡ്രസ് ഇടാനുള്ള സ്വാതന്ത്ര്യം വേണം. എനിക്ക് പ്രത്യക്ഷത്തിൽ അത് കേട്ടപ്പോൾ അത് അവരുടെ ഒരു ആഗ്രഹമല്ലേ, നടന്നോട്ടെ എന്ന് കരുതി. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പല ഭാഗത്തുനിന്നും അതിന്റെ ഒരു മറുവശം കൂടി ഞങ്ങളോട് ചൂണ്ടിക്കാണിച്ചു. എന്തുകൊണ്ടാണ് യൂണിഫോം വന്നത്, പിന്നെ അതിന് ഒരു ദിവസം ഇളവ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അതൊക്കെ ഞങ്ങളുടെ മുമ്പിലുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ ഏത് പരിഷ്കാരവും അക്കാദമിക സമൂഹവുമായി ചർച്ച ചെയ്തിട്ട് അതിൽ പിന്നെ അക്കാഡമിഷ്യൻസ് ഉണ്ടാകും, അധ്യാപകരുണ്ടാകും, വിദ്യാർത്ഥികളുണ്ടാകും, ഞങ്ങൾ നടപ്പാക്കുള്ളൂ. അല്ലാതെ ഏകപക്ഷീയമായി ഒരു മാറ്റവും എവിടെയും അടിച്ചേൽപ്പിക്കില്ല. അപ്പൊ ഇതൊരു തീരുമാനമായിട്ടില്ല. തീരുമാനമാകുന്നതിന് മുമ്പ് ആവശ്യമായ ചർച്ചകൾ ആ കാര്യത്തിൽ നടത്തും. PM ശ്രീ പദ്ധതി UDF ആലോചിച്ച ശേഷം മാത്രമേ നടപ്പാക്കൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേർത്ത് പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല. അന്നും ഇന്നും ഒരേ നിലപാടാണ്. പണം കിട്ടിയില്ലെന്ന ശിവൻകുട്ടിയുടെ പ്രസ്താവന തെറ്റാണ്. 93 കോടി രൂപ കേന്ദ്രം ഇതിനകം അനുവദിച്ചിട്ടുണ്ടെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരുമായി PM ശ്രീ ഒപ്പുവെച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അതിപ്പോ ആര് നിഷേധിച്ചാലും ആ വസ്തുത ഇല്ലാതാവുന്നു. പിന്നീട് മുന്നണിയിലും അതുപോലെ തന്നെ കേരളീയ സമൂഹത്തിലും വലിയ വിമർശനങ്ങളും എതിർപ്പുകളും വന്നപ്പോൾ തൽക്കാലം മരവിപ്പിച്ചു. കെപ്റ്റ് ഇൻ അബയൻസ് എന്ന് പറഞ്ഞ് ഒരു നോട്ട് കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അപ്പൊ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഞങ്ങൾ എന്താ പറഞ്ഞത്, ഗവൺമെന്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിനുശേഷം 93 കോടി രൂപ ഈ വിഷയത്തിൽ റിലീസായിട്ടുണ്ട്. അതും ഫാക്റ്റാണ്. നമ്മുടെ കാലത്തല്ല, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്. ഞങ്ങൾ വന്നിട്ട് 20 ദിവസമായിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തതാണ്. ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ പരിശോധിക്കുക. അതിൽ PM ശ്രീയോടുള്ള ഞങ്ങളുടെ നിലപാടിനൊന്നും ഒരു മാറ്റമില്ല. മുസ്ലിം ലീഗ് മന്ത്രിക്ക് തന്നെ
കേരളത്തിൽ PM ശ്രീയിൽ ഒപ്പിടേണ്ടി വരുമെന്ന് കെ സുരേന്ദ്രൻ. അതിന് അഡ്വാൻസ് ആശംസ നേരുന്നു. കേരളത്തിൽ മാത്രം നടക്കില്ല എന്ന് പറഞ്ഞാൽ അനുവദിച്ചു കൊടുക്കാനാവില്ല. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായ പരിഷ്കരണമാണ് PM ശ്രീ എന്നും സുരേന്ദ്രൻ പറഞ്ഞു. മതമൗലികവാദ സംഘടനകൾ സമ്മർദ്ദത്തിലാക്കിയാൽ ഏത് പരിഷ്കാരവും വേണ്ടെന്ന് വെക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷേ അവർ ഭരിക്കുന്ന സംസ്ഥാനം കോൺഗ്രസ് രാജസ്ഥാൻ ഭരിച്ചപ്പോൾ അവിടെ PM ശ്രീയിൽ ഒപ്പിട്ടു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ PM ശ്രീ നടപ്പാക്കുന്നു. പക്ഷേ കേരളത്തിൽ LDF ഗവൺമെന്റിന്റെ കാലത്ത് അതിനെതിരായ ശക്തമായ നിലപാടെടുത്തു. LDF ഗവൺമെന്റ് അവിടെ പോയി ആരും അറിയാതെ ശിവൻകുട്ടി തലയിൽ മുണ്ടിട്ട് അവിടെ പോയി ഒപ്പിട്ടു. പ്രശ്നം ഇവിടെ വലിയ വാർത്തയായപ്പോൾ കുറച്ചു കാലത്തേക്ക് മാറ്റിവെച്ചു. ഞങ്ങൾ അന്നേ പറഞ്ഞു PM ശ്രീ നടപ്പാക്കുന്നതിൽ കാലതാമസമുണ്ടാക്കിയതിന് LDFും UDFും വിദ്യാർത്ഥി സമൂഹത്തോടും രക്ഷിതാക്കളോടും മാപ്പ് പറയേണ്ടതാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ PM ശ്രീ നടപ്പാക്കേണ്ടി വരും. ഞാനൊരു അഡ്വാൻസ് ആശംസ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീന് നൽകുകയാണ്. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തെ സർക്കാർ പ്രതിരോധിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ. ഗവർണർ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്ന രീതി ആരംഭിച്ചത് LDF സർക്കാരിന്റെ കാലത്താണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തോട് ഒരു കാരണവശാലും ഈ സർക്കാർ യോജിക്കുന്നില്ല. അത് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ളതാണ്, നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. അതുതന്നെയാണ് നമ്മുടെ നിലപാട്. അതിനകത്ത് ഒരു മാറ്റവുമില്ല. ഏത് തരത്തിലുള്ള കാവ്യവൽക്കരണം ഉണ്ടായാലും അതിനെ പ്രതിരോധിക്കുവാനായിട്ടുള്ള എല്ലാ ശ്രമവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. പിന്നെ ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ അവരുടെ കാലഘട്ടത്തിൽ എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ച് അവർ തന്നെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇത്തരത്തിൽ ചാൻസലർമാർ അല്ലെങ്കിൽ ഗവർണർമാർ യൂണിവേഴ്സിറ്റികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഒരു രീതി കേരളത്തിൽ ആരംഭിച്ചത് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. എത്രയോ അംഗങ്ങളെ, അതായത് ജന്മഭൂമി ലേഖകരായിരുന്ന ആളുകളെ പോലും സർവകലാശാല സെനറ്റിലേക്കും അതുപോലെ തന്നെ സിൻഡിക്കേറ്റിലേക്കും BJPയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ RSSുമായി ബന്ധമുള്ള ആളുകളെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും അതുപോലെ നിരവധി ആളുകളെ വൈസ് ചാൻസലർമാരായും ഒക്കെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിയമിച്ചത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ട്. കിഫ്ബി ഫണ്ടിൽ നിലവിൽ പ്രവർത്തനം പുരോഗമിക്കുന്ന പദ്ധതികൾ തുടരുമെന്ന് മന്ത്രി കെ മുരളീധരൻ. പുതിയ പദ്ധതികളാണ് നിർത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. കിഫ്ബി ഉണ്ടല്ലോ, നിലവിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കിഫ്ബി ഫണ്ടുകൾ നിർത്തുന്നില്ല. അതുപോലെ തന്നെ ഓൺ ഗോയിങ് കിഫ്ബിയുടെ പ്രോജക്റ്റുകൾ നിർത്തുന്നില്ല. ഇനി തുടങ്ങുന്ന കാര്യം മാത്രം അത് പാർട്ടി തലത്തിലും UDFിലൊക്കെ ആലോചിക്കേണ്ട നയപരമായിട്ട് തീരുമാനമാണ്. പക്ഷെ ഓൺ ഗോയിങ് വർക്കുകളെയൊന്നും ഗവൺമെന്റ് ഡിസ്റ്റർബ് ചെയ്യില്ല. UDF സർക്കാർ ജനങ്ങളെ പറ്റിക്കുന്ന സർക്കാരായി മാറിയെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. പ്രകടന പത്രികയിൽ വെച്ച ഒരു കാര്യവും നടപ്പാക്കാൻ പോകുന്നില്ല. KSRTC സൗജന്യ യാത്രയിൽ മുഖ്യമന്ത്രി ഒന്നും ഗതാഗത മന്ത്രി വേറൊന്നും പറയുന്നു. ശബരിമല വിഷയം കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കുമെന്ന് പറഞ്ഞവർ പുറകിലോട്ട് പോയി എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. UDFിന്റെ പുതിയ സർക്കാർ അധികാരത്തിലേറി ഏതാണ്ട് ഒരു മാസം തികയാറാവുമ്പോൾ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സർക്കാരായി, കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സർക്കാരായി ഇതിനോടകം തന്നെ മാറിയിരിക്കും. മോഹന വാഗ്ദാനങ്ങൾ നൽകി, ജനങ്ങൾക്ക് വലിയ പ്രത്യാശ നൽകി അധികാരത്തിൽ വന്ന VD സതീശൻ സർക്കാർ അവര് ജനങ്ങൾക്ക് മുമ്പിൽ പ്രകടന പത്രികയിൽ വെച്ച ഒരു വാഗ്ദാനവും പാലിക്കാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ തെളിയുന്നത്. ഗവൺമെൻറ് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതിയായി കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യ ബസ് യാത്ര പ്രഖ്യാപിച്ചതാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നത് കേവലം ഓർഡിനറി ബസ്സുകളിൽ മാത്രം 100 ദിവസത്തേക്ക് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ മാത്രമാണ് അനുവദിക്കാൻ പോകുന്നതെന്ന്. സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വിഷയമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ആ കേസിന്റെ അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു കാര്യവും ഇപ്പോൾ സർക്കാർ പറയുന്നില്ല. സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വലിയ പ്രചാരമാണ് സോഷ്യൽ മീഡിയയിലുള്ളത്.
അങ്ങനെ പ്രചാരം നേടിയ ഒരു ക്ലിനിക്കിൽ മൂക്കിന്റെ എല്ലിന്റെ വളവ് നേരെയാക്കാൻ ശസ്ത്രക്രിയ ചെയ്ത ഒരു യുവതിക്ക് നേരിടേണ്ടി വന്നത് വലിയ ദുരവസ്ഥയാണ്. 1 വർഷത്തോളമായി സർജറി കഴിഞ്ഞിട്ട് ഇപ്പോഴും അണുബാധയുണ്ട്. മറ്റ് 2 യുവതികൾ കൂടി സമാന പരാതിയുമായി രംഗത്തുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്പ്യാർസ് ഫേസ് ക്ലിനിക് ഉടമ ഡോക്ടർ വരുൺ നമ്പ്യാർക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല എന്നാണ് പരാതി. സൗന്ദര്യ ചികിത്സകൾ തേടിപ്പോകുന്ന കാലമാണ് ഇത്. അതേപറ്റിയുള്ള അറിവുകൾ ലഭിക്കുന്നതാകട്ടെ സോഷ്യൽ മീഡിയയിലൂടെയും. സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരത്തിലാകുന്ന ഒരാളുടെ ഐഡന്റിറ്റിയോ അയാളുടെ ക്വാളിഫിക്കേഷനോ എന്താണെന്ന് മനസ്സിലാവാതെ ആളുകൾ അതിൽ ചെന്ന് വീഴുകയും പിന്നീട് അതിന്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കാതെ വരികയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ആളുകൾ പലരും വ്യാജന്മാരാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ശസ്ത്രക്രിയയ്ക്ക് ഇരയായ ഒരു പെൺകുട്ടിയാണ് നമ്മളോടൊപ്പമുള്ളത്. നമ്പ്യാസ് ക്ലിനിക്ക്, ഇവിടെ ഗാന്ധിനഗറിലെ, കൊച്ചിയിലെ ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന വരുൺ നമ്പ്യാർ, ഡോക്ടർ വരുൺ നമ്പ്യാറിന്റെ നമ്പ്യാസ് ക്ലിനിക്ക്, അവിടെ മൂക്കിന്റെ പാലം വളഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് എത്തിയതാണ് ഈ പെൺകുട്ടി. പക്ഷേ കഴിഞ്ഞ 1 വർഷമായിട്ട് മുറിവ് കരിയുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചികിത്സകൾ ലഭിക്കുകയോ ഇൻഫെക്ഷൻ മാറുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. തുടർ ചികിത്സകൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പിന്തുണയോ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. നമസ്കാരം. ഇപ്പോൾ 1 വർഷമായി ഈ ചികിത്സ തുടങ്ങിയിട്ട്, ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് പറയുന്നത്? 6 മാസത്തോളം ഞാൻ ഈ ക്ലിനിക്കിന് മെസ്സേജ് അയച്ചു. എൻ്റെ ഓരോ എനിക്ക് എന്ത് ഇപ്പോൾ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിലും പെയിൻ ആണെങ്കിലും എല്ലാം ഞാൻ ഇവരെ അറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് നല്ല റിപ്ലൈ ഒന്നുമല്ല എനിക്ക് കിട്ടിയേക്കുന്നത്. ഇവർ അത് ശരിയാവും, അത് നോർമലാണ്, നിങ്ങൾ 1 മാസം വെയിറ്റ് ചെയ്യൂ, 2 മാസം വെയിറ്റ് ചെയ്യൂ, അങ്ങനെ ഇവരെന്നെ ഓൾമോസ്റ്റ് ഒരു 6 മാസത്തോളം ഇത് പറഞ്ഞു. ഞാനത് ഇവർ തന്ന ഒരു ഹോപ്പിൽ ഞാൻ നിന്നു. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന, വീണ്ടും വീണ്ടും വേദന കൂടി വന്നു. എനിക്ക് ചിരിക്കാനോ വാ തുറക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയൻ നിലയിൽ വേറൊരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഇത്രയും പ്രോബ്ലംസ് വന്നിട്ടുണ്ട്, എൻ്റെ നെർവ്സൊക്കെ ബ്ലോക്കാണ്, മൂക്കിൻ്റെ പാല് ശരിയായിട്ടില്ല എന്നൊക്കെ ഉള്ളത് അവിടുത്തെ ഇതിലുള്ള ചികിത്സയിലാണ് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോഴും ഞാൻ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണ്. എനിക്ക് ഓൾമോസ്റ്റ് 1.5 വർഷത്തോളം മെഡിസിൻ എടുത്താലേ എൻ്റെ നെർവ്സൊക്കെ നോർമൽ ആവത്തുള്ളൂ. പിന്നെ ഇനി വീണ്ടും എനിക്കൊരു സർജറി കൂടെ വേണം, പാല നേരെയാക്കാൻ വേണ്ടി വീണ്ടും സർജറി വേണം, എന്നാലേ എനിക്ക് ശ്വാസം എടുക്കലൊക്കെ നോർമൽ ആവത്തുള്ളൂ. ഈ ഡോക്ടർ വരുൺ നമ്പ്യാറിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പം ഇങ്ങനെ ഒരു നമ്പ്യാസ് ക്ലിനിക്ക് ഓപ്റ്റ് ചെയ്യേണ്ട ഈ സാഹചര്യം എന്താ? എനിക്കിങ്ങനെ സർജറി വേണമെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ, ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് കാണുന്നത്. അപ്പോൾ പുള്ളി ഇതുപോലത്തെ സർജറീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സെപ്റ്റോപ്ലാസ്റ്റി, റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള സർജറിയാണ്. എനിക്ക് സെപ്റ്റോപ്ലാസ്റ്റി ആയിരുന്നു മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോകുന്നത്. പിന്നെ ഡോക്ടർ താല്പര്യപ്രകാരമാണ് അതിൽ റൈനോപ്ലാസ്റ്റിയും കൂടെ ഡോക്ടർ ആഡ് ചെയ്യുന്നത്. അപ്പം അത് അന്ന് സർജറിയുടെ അന്ന് രാവിലെ ഡോക്ടർ തീരുമാനിച്ചിട്ട് എൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു കീ ഹോൾ സർജറി ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അന്ന് മോർണിംഗിൽ ഡോക്ടർ പ്ലാൻ മാറ്റിയിട്ടാണ് എന്നെ ഓപ്പൺ സർജറി ചെയ്യുന്നത്. അതും ലോക്കൽ അനസ്തേഷ്യ തന്നിട്ട്, എന്നോട് ജനറൽ അനസ്തേഷ്യ തരുന്നതൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പുള്ളി കൊടുത്തേക്കുന്ന പരസ്യം എന്താണ് ശരിക്കും പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് ആർക്കും മനസ്സിലാവത്തില്ല. പല തരത്തിലുള്ള ചികിത്സകൾ പുള്ളി ചെയ്യുന്നുണ്ട്. സ്കിന്നാണെങ്കിലും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ പുള്ളി ഒരു പ്ലാസ്റ്റിക് സർജൻ ആണ്, ഇതെല്ലാം ആ ഒരു ഇതിലാണ് പോയത്. തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ശരിക്കും പറഞ്ഞ പുള്ളി സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ രൂപത്തിലാണ് പുള്ളിയുടെ പരസ്യങ്ങളും കാര്യങ്ങളും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. 2015 മറ്റേ പാസ് ഔട്ട് ആയ ആളാണ് വരുൺ നമ്പ്യാർ എന്നാ പറയുന്നത്. അപ്പോൾ ഈ റൈനോപ്ലാസ്റ്റിയുടെ ഒരു ആവശ്യം എന്തായിരുന്നു ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നത് എങ്ങനെയാണ്? പൊതുവെ ഈ സിലബസിൽ അതില്ല, റൈനോപ്ലാസ്റ്റി ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്കിപ്പം റൈനോപ്ലാസ്റ്റി വേണം എന്നൊരു സജഷൻ വന്നത്? പുള്ളി എനിക്ക് സർജറിയുടെ മുമ്പായിട്ട് ഇപ്പം എനിക്ക് കീ ഹോള് വേണമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ പുള്ളി ഒരു എക്സ്റേയോ ഒരു എൻഡോസ്കോപ്പിയോ ഒരു തരത്തിലുള്ള ടെസ്റ്റുകൾ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പുള്ളീനോട് ഞാൻ പറഞ്ഞു എനിക്ക് വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പാലത്തിന് വളവാണ്, ശരിയാക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിയാക്കാം. പുള്ളിയുടെ ഭാഗത്തുനിന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. ഈ അപ്പൊ പോലും ഒരു സംശയം തോന്നിയില്ലേ ഇതുമായിട്ട് മുന്നോട്ട് പോകാമോ എന്നുള്ളത്? ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വേണം, സ്കാൻ വേണം, അതല്ലെങ്കിൽ എക്സ്റേ വേണം, അതിന്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ അറിയണം. അങ്ങനത്തെ സാഹചര്യങ്ങളില്ലാതെ സാധാരണ ഒരു ആശുപത്രിയിൽ നമ്മൾ മറ്റെവിടെയെങ്കിലും അതിനുള്ള ചികിത്സകൾ ചെയ്താലും അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്താലും അവരത് ആദ്യം മുതൽ അവരുടേതായ കൺസേണിൽ അവരുടേതായ ഉത്തരവാദിത്തത്തിൽ അത് ചെയ്യിക്കാറുണ്ടല്ലോ. സ്കാനായാലും എക്സ്റേയിലും ഇതൊന്നും ചെയ്യിക്കാതിരുന്നപ്പോഴും തോന്നിയിട്ടില്ലേ ഇതെന്താണ് ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നതെന്ന് തോന്നിയിട്ടില്ലേ? പുള്ളിയോട് ഞാൻ ചോദിച്ചു, സാർ എക്സ്റേ കാര്യങ്ങൾ എന്തെങ്കിലും എടുക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആൻസർ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല,
ഇപ്പോഴും നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ ആവില്ല. അത്രയും കൺവിൻസ് ചെയ്യും ഓരോ പേഷ്യൻറ്റിനെയും പുള്ളി. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും ചെയ്യാതെ അവിടുന്ന് പുറത്തിറങ്ങത്തില്ല. അത്രയും കൺവിൻസ് ചെയ്ത് അത് പുള്ളിയുടെ ശരിക്കും പറഞ്ഞാൽ ചികിത്സേൻ്റെ പുറമെ അതൊരു ബിസിനസ്സാണ് പുള്ളി നടത്തുന്നത്. അപ്പം അത്രയും അടിപൊളിയായിട്ട് പുള്ളിക്ക് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാം. അതിലാണ് സർജറി കഴിഞ്ഞിട്ട് 6 മാസത്തോളം ഞാൻ അവിടെ സ്റ്റക്കായി പോയി. വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് പോലീസിൽ പരാതി കൊടുത്തിരുന്നല്ലോ, അപ്പോൾ അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ നടപടി എന്തായിരുന്നു? ഞാൻ ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ കമ്മീഷണറിനെ പോയി കണ്ടു, നേരിട്ട് പോയി പരാതി കൊടുത്തു. സാർ അത് കടവന്ത്ര സ്റ്റേഷനിലോട്ട് പാസ് ചെയ്തു. അവിടെ പ്രശ്നത്തിൽ ഇത് ഡോക്ടർക്ക് ചെയ്യാം, ഇതിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവർ തള്ളിക്കളയാണ് ചെയ്തത്. വേറെ ഒന്നിനെ കുറിച്ചിട്ടും അന്വേഷിച്ചില്ല എന്നാണ് എനിക്ക് കിട്ടിയൊരു അറിവ്. കാരണം അതേസമയം പരാതിക്കാർ തന്റെ കയ്യിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും ഡോക്ടർ വരുൺ നമ്പ്യാർ പ്രതികരിച്ചു. MD വാസുദേവൻ നായരുടെ സ്മരണാർത്ഥം മലയാളത്തിലെ ഏറ്റവും ഉയർന്ന തുകയുടെ സാഹിത്യ സമ്മാനം പ്രഖ്യാപിച്ച അക്കാഫ് സാഹിത്യ സാംസ്കാരിക ഫൗണ്ടേഷൻ MD അക്കാഫ് ലൈഫ് ടൈം എക്സലൻസ് അവാർഡിനൊപ്പം നൽകുന്ന സമ്മാനത്തുക 5.5 ലക്ഷം രൂപയാണ്. അവാർഡിന് പുറമെ MT അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം, മലയാള ചെറുകഥാരചനാ മത്സരം, ഫെലോഷിപ്പുകൾ, സ്കോളർഷിപ്പുകളും നൽകുമെന്നും അക്കാഫ് ഭാരവാഹികൾ അറിയിച്ചു. UAE കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിവിധ കോളേജ് അലുമിനികളുടെ ഫോറമാണ് അക്കാഫ്. തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അക്കാഫ് ചീഫ് പേട്രൺ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, ട്രഷറർ ജൂഡിൻ ഫെർണാണ്ടസ്, അക്കാഫ് ലിറ്റററി ക്ലബ് സെക്രട്ടറി അജിത് കണ്ടല്ലൂർ എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,040, പവന് 1,12,320. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 1,11,600, പവന് 92,800. വെള്ളി ഗ്രാമിന് 260, കിലോയ്ക്ക് 2,60,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. കാസർഗോഡ് മഞ്ചേശ്വരത്ത് 100ാം വർഷവും ഒരു സ്കൂളിന്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിൽ. ഉദ്യാവർ തോട്ട GMLP സ്കൂളിലാണ് ഈ ദുരവസ്ഥ. ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവം, കെട്ടിടത്തിന്റെ കാലപ്പഴക്കം തുടങ്ങി പലവിധ കാരണങ്ങളാൽ കടുത്ത ദുരിതത്തിലാണ് കുട്ടികളും അധ്യാപകരും. 1927 ജനുവരി 1 ഉദ്യാവർ തോട്ട GMLP സ്കൂൾ ആരംഭിച്ചത്. തലമുറകളായി ആയിരക്കണക്കിന് പേർക്ക് വിദ്യ പകർന്നു നൽകി 100ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഈ സ്കൂൾ ഇന്നും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. മഞ്ചേശ്വരം 1000 ജമാഅത്തിന് കീഴിലുള്ള ഷെയ്ഖ് സുൽത്താൻ ചെറിയ പള്ളിയുടെ ഉടമസ്ഥതയിലാണ് സ്കൂൾ കെട്ടിടവും സ്ഥലവും. വഖഫ് ഉടമസ്ഥതയിലായതിനാൽ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പരിമിതിയുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഓടുമേഞ്ഞ കെട്ടിടത്തിലെ ഹാളിൽ തട്ടികൾ വെച്ച് തിരിച്ചാണ് ക്ലാസുകൾ പ്രവർത്തിക്കുന്നത്. ഒരു മുറി അംഗൻവാടിയായി പ്രവർത്തിക്കുന്നു. ബാക്കിയുള്ള 3 മുറികളിൽ ഒന്നിൽ സ്കൂൾ ഓഫീസും ഒരു ക്ലാസ് മുറിയും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒറ്റ ശൗചാലയമാണുള്ളത്. അതാകട്ടെ തൊട്ടടുത്തുള്ള മദ്രസയുടേതാണ്. വിദ്യാലയത്തിലേക്കും അംഗൻവാടിയിലേക്കും വെള്ളമെടുക്കുന്നത് തൊട്ടടുത്തുള്ള വീട്ടിലെ കിണറിൽ നിന്ന്. സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് ഓടുമേഞ്ഞ ചെറിയൊരു ഷെഡാണ് അടുക്കള. നിന്നു തിരിയാൻ ഇടമില്ലാത്ത ഇവിടെ നിന്നാണ് അംഗൻവാടിയിലേക്കും സ്കൂളിലേക്കും ഭക്ഷണം പാകം ചെയ്യുന്നത്. കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് പോലും സർക്കാർ സഹായം ലഭ്യമാകാത്ത സ്ഥിതിയുണ്ട്. അപകടാവസ്ഥയിലായ കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെന്ന കാരണത്താൽ സുരക്ഷാ ക്ലിയറൻസും അനുവദിച്ചിട്ടില്ല. ഇതൊരു സാധാരണ 100 വർഷം പഴക്കം. 1927 ഇതിലേക്ക് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ 1000 ജമാഅത്ത് പള്ളി കമ്മിറ്റീൻ്റെ എൻ്റെ വഖഫിൻ്റെ കീഴിലാണ് ഇത് ഉള്ളത്. അപ്പോൾ സ്കൂളെന്ന് പറഞ്ഞാൽ സർക്കാർ സ്കൂളാണ്. അപ്പോൾ ഇപ്പോഴും ഈ വാടക കെട്ടിടത്തിലാണ്. സർക്കാർ അങ്ങോട്ട് വാടക കൊടുക്കുന്ന ഒരു ഏക വിദ്യാലയമാണ്. കാസർഗോഡ് ജില്ല എന്നല്ല, ഇപ്പോൾ കേരളത്തിൽ തന്നെ കാണൂല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ള മദ്രസയിലേക്ക് മാറണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാറുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കെട്ടിടത്തിന് ഒരു താൽക്കാലിക ഫിറ്റ്നസ് കിട്ടിയാൽ പോലും അപ്പുറമുള്ള ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾ മാറുമ്പോൾ അതിലേക്ക് പുതിയ ഫിറ്റ്നസ് എടുക്കണം. അപ്പോൾ അത് AE അല്ല AX ആണ് തരേണ്ടത്. അപ്പോൾ അതിനുള്ള പേപ്പറും കാര്യം കുറേ ദിവസം അങ്ങോട്ട് പോവും. അപ്പോൾ
അതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു പരിഭവത്തിലാണ് ഞങ്ങളുള്ളത്. നിലവിൽ 1 മുതൽ 4 വരെ 26 കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. 16 കുട്ടികൾ അംഗൻവാടിയിലും പഠിക്കുന്നു. നിർധന കുടുംബങ്ങളിലെ കുട്ടികളാണ് ഇവരിൽ ഏറെയും. സ്കൂൾ വാഹന സൗകര്യമില്ലാത്തതിനാൽ അധ്യാപകർ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കിയാണ് വിദ്യാർത്ഥികളെ എത്തിക്കുന്നത്. ഇത്തരത്തിൽ ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവവും കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും കാരണം വലിയ ദുരിതത്തിലാണ് കുട്ടികളും അധ്യാപകരും. 100 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്കൂളാണ് ഇപ്പോൾ ഏത് സമയത്തും തകർന്നു വീഴാവുന്ന അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ വിഷയത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മഞ്ചേശ്വരത്ത് നിന്നും KB ബൈജു, ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നരേന്ദ്രമോദി സർക്കാർ 2ാം വർഷം പൂർത്തിയാക്കുമ്പോൾ മറ്റൊരു ചരിത്രം കൂടി കുറിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ മറികടന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം ജനാധിപത്യപരമായി നടന്ന തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന റെക്കോർഡാണ് മോദി സ്വന്തമാക്കുന്നത്. 2014 ഇന്ത്യയുടെ രാഷ്ട്രനായകനായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മോദി നവീനമായ ആശയങ്ങളും പദ്ധതികളുമായി രാജ്യത്തെ ലോക സമ്പദ് വ്യവസ്ഥയുടെ മുൻനിരയിലെത്തിച്ചതും പുതുമയാർന്ന ചരിത്രമാണ്. ഒപ്പം ലോകരാജ്യങ്ങൾക്കിടയിൽ രാജ്യത്തിന് നേടിക്കൊടുത്ത മികവാർന്ന അംഗീകാരവും അദ്ദേഹത്തിന്റെ ഭരണ നയതന്ത്ര മികവായി മാറും. ചെയ്ത് അധികാരമേറ്റ നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇന്ന് തന്റെ 3ാം സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ പിന്നിടുന്നത് വലിയൊരു ചരിത്രം കൂടിയാണ്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ രാഷ്ട്ര നേതാവായി അദ്ദേഹം ഇന്ന് മാറി. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തെരഞ്ഞെടുപ്പിലൂടെ 1952 മെയ് 13 മുതൽ 1964 മെയ് 27 വരെ അധികാരത്തിലിരുന്ന 4398 ദിവസങ്ങളുടെ റെക്കോർഡാണ് മോദി തിരുത്തിയത്. ഇന്ന് പ്രധാനമന്ത്രി പദത്തിൽ മോദിയുടെ 4399 ദിവസമാണ്. തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച് തുടർച്ചയായി പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ 4077 ദിവസത്തിന്റെ റെക്കോർഡ് കഴിഞ്ഞ വർഷം ജൂലൈ 25-ന് മോദി മറികടന്നിരുന്നു. ജവഹർലാൽ നെഹ്റു, നരേന്ദ്രമോദി എന്നിവർ ഭരണസാരിഥ്യം വഹിച്ച ഇന്ത്യക്ക് 2 മുഖങ്ങളാണുള്ളത്. 2 ഘട്ടങ്ങളിലൂടെയുള്ള പ്രയാണം. നെഹ്റുവിന്റെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പുതുമോടിയിലുള്ള രാജ്യമായിരുന്നു. ജനസംഖ്യ ഇത്രയില്ലായിരുന്നു. രാഷ്ട്രീയത്തിലും മത്സരം ഇല്ലാത്ത കാലം. ഭരണ സംവിധാനം കൂടുതലും കേന്ദ്രീകൃതമായ ഒരു രീതിയിൽ നിലനിന്ന കാലം. ദശകങ്ങൾ പിന്നിട്ട് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ കാലമെത്തിയപ്പോഴേക്ക് ഇന്ത്യയുടെ സാഹചര്യം അപ്പാടെ മാറിയിരുന്നു. വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറി. സംസ്ഥാനങ്ങളുടെ എണ്ണം കൂടി. രാഷ്ട്രീയം പല നാടകങ്ങളും കണ്ട് പല മുന്നണികളെയും സഖ്യങ്ങളെയും കണ്ടു കഴിഞ്ഞിരുന്നു. ഡിജിറ്റൽ യുഗത്തിൽ പൂർണ്ണമായും കണക്റ്റഡായ രാഷ്ട്രമായിരിക്കുകയാണ് ഇന്ന് ഇന്ത്യ. നെഹ്റുവിയൻ കാലഘട്ടത്തിൽ നിന്ന് മോദി ഡേയ്സിലേക്ക് എത്തുമ്പോൾ സമൂലമായ മാറ്റം. ഏകദേശം 34 കോടി മാത്രം ജനങ്ങൾ ഉണ്ടായിരുന്ന രാഷ്ട്രത്തെയാണ് നെഹ്റു നയിച്ചത്. ഇന്ന് നരേന്ദ്രമോദി നയിക്കുന്ന രാജ്യത്ത് ജനസംഖ്യ 146 കോടി കടന്നിരിക്കുന്നു. രാഷ്ട്രീയ രംഗത്തുമുണ്ടായി വലിയ മാറ്റങ്ങൾ. വെറും 54 രാഷ്ട്രീയ പാർട്ടികളാണ് 1952 പൊതു തെരഞ്ഞെടുപ്പിൽ ഗോദയിലുണ്ടായിരുന്നത്. 2024 തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുണ്ടായിരുന്നത് വലുതും ചെറുതുമായി 744 രാഷ്ട്രീയ പാർട്ടികൾ. ഇന്ത്യയെ ലോക സമ്പദ് വ്യവസ്ഥയിൽ മുൻനിരയിൽ എത്തിക്കുക എന്നതായിരുന്നു പ്രധാനമന്ത്രി പദത്തിലെത്തുമ്പോൾ മോദി കണ്ട സ്വപ്നം. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയെ ലോകത്തെ പ്രധാന സാമ്പത്തിക ശക്തികളിൽ ഒന്നാക്കി മാറ്റാൻ മോദിക്കായി. ഇന്ത്യ കൈവരിച്ചത് 6.5 മുതൽ 7% വരെ വളർച്ചയാണ്.
അമേരിക്കയടക്കം ലോകരാജ്യങ്ങളാകെ അംഗീകരിക്കുന്ന ശക്തിയായി ഇന്ത്യയെ മാറ്റാനായി. തുടർച്ചയായി സമ്പൂർണ്ണ ഭൂരിപക്ഷത്തോടെയുള്ള 2 സർക്കാരുകളെ നയിച്ച ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയും നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3 പൊതു തെരഞ്ഞെടുപ്പുകളിൽ വെന്നിക്കൊടി പാറിച്ച് ഭരണ തുടർച്ച നേടിയ പ്രധാനമന്ത്രിയും മോദി മാത്രം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും റോഡ് റെയിൽ ഗതാഗത രംഗത്തും കഴിഞ്ഞ 12 വർഷത്തെ ഇന്ത്യയുടെ വളർച്ച ഏതു വികസിത രാജ്യത്തോടും കിടപിടിക്കുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും ഭരണ നേതൃത്വത്തിൽ നൽകിയ പങ്കാളിത്തവും 33% വനിതാ സംവരണവും ചരിത്രപരമായ അടയാളപ്പെടുത്തലുകളാണ്. ഇന്ത്യയെ പ്രധാനപ്പെട്ട ലോകശക്തിയായി മാറ്റുന്നതിന് കഴിഞ്ഞ 12 വർഷത്തെ കേന്ദ്ര സർക്കാർ പ്രവർത്തനങ്ങളും അതിന് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി വഹിച്ച പങ്കും നിർണായകമായിരുന്നു. റിസർച്ച് ഡെസ്ക്, ന്യൂസ് 18.